കബാല എന്ന് പറഞ്ഞാൽ കൂടോത്രത്തിന് വേണ്ടിയുള്ള കിതാബാണ്. ആരുടെ? യഹൂദികളുടെ. അതാണ് ജൂത മിസ്റ്റിസിസം എന്ന് പറയുന്നത്. കബാല എന്നൊരു കിതാബുണ്ട് അവർക്ക്. ലോകത്തെ ഏറ്റവും വലിയ കൂടോത്രക്കാർ, സിഹർ കൂടോത്രം ചെയ്യുന്നവരാരാ? യഹൂദികൾ, പിന്നെ യൂറോപ്യന്മാരും. ലോകത്ത് അതിനു വേണ്ടി മാത്രമുള്ള ഒരു കിതാബാണ് എന്ത്? കബാല. കബാലയുടെ പഠനങ്ങളൊക്കെ ആ കാലത്ത് കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടു. എന്തുകൊണ്ട്? ജൂതന്മാർക്ക് കൂടി ഇരുന്ന് പഠിക്കാനുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി. പണ്ട് അങ്ങനെയില്ല. ഓരോ നാട്ടിൽ നിന്ന് ജൂതന്മാരെ പെട്ടെന്ന് ആടി ഓടിക്കും. അപ്പോൾ അവർ പ്രവാസികളാണ്. അതാണ് ഡയസ്പോറ. ജൂതന്മാരുടെ ഡയസ്പോറ എന്ന് പറയും. ഡയസ്പോറ എന്ന് അവർ നാട്ടിലേക്ക് സ്ഥിരമായി താമസിക്കാൻ കഴിയില്ല, അവിടുന്ന് പുറത്താക്കും, പിന്നെ അവിടുന്ന് പുറത്താക്കും, അങ്ങനെ. അപ്പോൾ കബാലയുടെ പഠനങ്ങളും അതിനുവേണ്ടി മദ്രസകൾ, സ്കൂളുകളൊക്കെ അവർ സ്ഥാപിച്ചു ജൂതന്മാര്. എന്തുകൊണ്ട്? ഉസ്മാനികളെ കീഴിൽ നല്ല സൗകര്യത്തിൽ ജീവിക്കാം. ഉസ്മാനി രാജാക്കന്മാരെ പ്രശംസിക്കാൻ വേണ്ടി മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് അല്ലാമ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ കിതാബാണ് എന്റെ കയ്യിലുള്ളത്. ആ കിതാബാണ് എന്റെ ഖുലാസത്തുൽ ബയാൻ ഫീ ബഅദി മആസിരി മൗലാന സുൽത്താൻ അബ്ദുൽ ഹമീദ് الثاني വഅജ്ദാദിഹി ആലി ഉസ്മാൻ. ആണ് ഈ കിതാബിന്റെ പേര്. ഖുലാസത്തുൽ ബയാനി ഫീ ബഅദി മആസിരി മൗലാന സുൽത്താൻ. മൗലാന എന്നാ പറയുന്നത്. ആ മൗലാന പുറത്താക്കിയത് മൗലാന സുൽത്താൻ അബ്ദുൽ ഹമീദ് الثاني വഅജ്ദാദിഹി ആലി ഉസ്മാൻ. ഉസ്മാൻ കുടുംബത്തിലെ അബ്ദുൽ ഹമീദ് രണ്ടാമനെയും അദ്ദേഹത്തിന്റെ പിതാക്കന്മാരും ചെയ്ത സേവനങ്ങൾ. ഖുലാസത്തുൽ ബയാൻ, അതിന്റെ ഒരു വിശദീകരണത്തിന്റെ ഒരു ടോട്ടൽ, അതിന്റെ ഖുലാസ, രത്ന ചുരുക്കം എന്നാണ് കിതാബിന്റെ പേര്. ഇതിനെല്ലാം പുറമെ അവർ നടത്തിയിട്ടുള്ള മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾ. ഒരു മതത്തിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ജൂഡനോ ഉസ്മാനികൾ ഞങ്ങളോട് അരുതായ്മ ചെയ്തുകൊണ്ട് കാണിക്കാൻ കഴിയൂല, ഒരിക്കലും ഇല്ല. അതായത് കേവലം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു മുസ്ലിം പ്രീണന നയം ചെയ്ത ഭരണാധികാരി അല്ല. അവർ മുസ്ലിങ്ങളുടെ രക്ഷകരും ഉടമക്കാരുമായി, വലിയ ആളുകളായി, വലിയ നേതാക്കളായി മുന്നിൽ നിൽക്കുന്നു എങ്കിൽ പോലും ലോകത്തുള്ള എല്ലാ മതവിഭാഗത്തോടും ഏറെ സ്നേഹത്തിലും സഹിഷ്ണുതയിലും കഴിഞ്ഞുകൂടിയവരാണ്. എന്റെ കയ്യിലുള്ള ഇത് ഇസ്രായേൽ ഗവൺമെന്റ് പുറത്തിറക്കിയ റിപ്പോർട്ടാണ്. ഇസ്രായേൽ ഗവൺമെന്റ് റിപ്പോർട്ടാണ് എന്റെ മുന്നിലുള്ളത്. ഇസ്രായേൽ നിങ്ങൾക്കും നെറ്റിൽ പരിശോധിച്ചാൽ കിട്ടും. ഇത് ഇസ്രായേൽ ഗവൺമെന്റ് ഇപ്പോൾ പുറത്തുവിട്ട, ഇസ്രായേൽ രാഷ്ട്രമായതിനു ശേഷം ഇസ്രായേൽ ഗവൺമെന്റ് പുറത്തുവിട്ട, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമായ അവരുടെ ഉസ്മാനി ഖലീഫമാരെ കുറിച്ച് അവരുടെ അഭിപ്രായമാണ്. അവർ ഒരിക്കലും വർഗീയവാദികളല്ല, ഇത് മനസ്സിലാക്കണം. 1517 ഇതിന്റെ ഹെഡിങ് പ്രീ സ്റ്റേറ്റ് ഇസ്രായേൽ ഒട്ടോമൻ ഭരണത്തിന് കീഴിൽ എന്നാണ്. അതായത് ഇസ്രായേലികൾ ഒരു രാജ്യമായി തീരുന്നതിന് മുമ്പ് തന്നെ പ്രീ സ്റ്റേറ്റ് ഇസ്രായേൽ ഞങ്ങൾ നേരത്തെ തന്നെ ചില സംവിധാനങ്ങൾ കാലത്ത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആ കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവർ ദുരുപയോഗം ചെയ്തു. അതേ സമയത്ത് എല്ലാവിധ മതസ്വാതന്ത്ര്യവും ജൂതന്മാർക്ക് നൽകി. അന്ന് ജൂതന്മാരെ കണ്ടാല് യൂറോപ്പിൽ കൊല ചെയ്യുന്ന കാലമാണ്. അക്കാലത്താണ് ഉസ്മാനികൾ ഇത് ചെയ്തു കൊടുക്കുന്നത്. 1517 ഒട്ടോമൻ അധിനിവേശത്തെ തുടർന്ന് ഭൂമി 4 ജില്ലകളായി വിഭജിക്കുകയും ഭരണപരമായി ഡമാസ്കസ് പ്രവിശ്യയായി കൂട്ടിച്ചേർക്കുകയും ഇസ്താൻബുളിൽ നിന്ന് ഭരിക്കുകയും ചെയ്തു. ഒട്ടോമൻ കാലത്തിന്റെ തുടക്കത്തിൽ ഏകദേശം 1000 യഹൂദ കുടുംബങ്ങൾ, അക്കാലത്ത് യഹൂദ കുടുംബങ്ങൾ അവർക്ക് കീഴിൽ ഏകദേശം ഇസ്രായേല്, പലസ്തീന് ഒക്കെ നിൽക്കുന്ന ജോർദാൻ പ്രവിശ്യകളിൽ 1000ഓളം ജൂത കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉസ്മാനികൾ ചെയ്തു കൊടുത്തു. പ്രധാനമായും ജെറൂസലേം, നാബിൾസ്, ഹിബ്രോന്, ഗാസ, സഫേദ്, ഗലീലിയയിലെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ ഒരിക്കലും മാറിപ്പോകാത്ത ജൂതന്മാരുടെ പിൻഗാമികൾ, വടക്കേ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാരും ഉൾപ്പെട്ടതാണ് ഈ സമൂഹം. അതായത് നൂറ്റാണ്ടുകളായി സ്വൈരവിഹാരത്തോടുകൂടെ അവർ മുസ്ലിം ഭരണത്തിന് കീഴിൽ ജീവിച്ചു എന്നർത്ഥം. സുൽത്താൻ സുലൈമാൻ ദി മാഗ്നിഫിസന്റിന്റെ മരണം വരെ 1566 ചിട്ടയായ സർക്കാർ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരികയും യഹൂദ കുടിയേറ്റത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു. ആര്? സുലൈമാൻ. മുസ്ലിം രാജ്യങ്ങളിൽ യഹൂദർ കുടിയേറ്റിയപ്പോൾ ഒരു പ്രശ്നവും ആര് പറഞ്ഞില്ല? സുലൈമാൻ ഖാനൂനി. എന്തുകൊണ്ട്? അവർ അഹ്ലു കിതാബാണ്. ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, അവർക്കൊക്കെ നീതി കിട്ടണം. മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളും അവർക്ക് നീതിയില്ല. അവ എന്റെ രാജ്യത്ത് നീതി ഉണ്ടാവട്ടെ. ജൂത കുടിയേറ്റത്തെ സുലൈമാൻ ഖാനൂനി ഉത്തേജിപ്പിച്ചു എന്ന് എഴുതിയത് ആരാ? ഇന്നത്തെ ഇസ്രായേലി സർക്കാർ സൈറ്റിൽ കിട്ടും. ഇവരെന്ത് വർഗീയവാദിയാണ് മനുഷ്യ? ആർക്കാണ് ഇവർ വർഗീയവാദി എന്ന് പറയാൻ കഴിയുക? ഇന്ന് യാതൊരു ബോധവുമില്ലാത്ത ചില മതങ്ങളിലെ ചില വൈരനിര്യാതന ബുദ്ധിയോടുകൂടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആളുകൾക്കല്ലാതെ ഇസ്ലാമിക ചരിത്രത്തെ വിമർശിക്കാൻ കഴിയില്ല.
അത് പച്ചക്കളവുകൾ കെട്ടിയുണ്ടാക്കി പറയാം. ഒരിക്കലും ഇസ്ലാമിക ചരിത്രത്തെ അതേത് കാലമാണെങ്കിലും, അമവി കാലാണെങ്കിലും, അബ്ബാസി കാലമാണെങ്കിലും, അയ്യൂബി കാലമായാലും, മംലൂക്കി കാലമായാലും, ഉസ്മാനി കാലമായാലും, ആ കാലത്തൊന്നും ജൂത ക്രൈസ്തവരോട് ഒരു രണ്ടാം പ്രശ്നം, അവരെ ശത്രുക്കളായി കാണുന്ന ഒരു പ്രശ്നം മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടായിട്ടേയില്ല. ജൂത കുടിയേറ്റത്തെ സ്വന്തം രാജ്യത്ത് ഉത്തേജിപ്പിച്ചു. ആര്? സുലൈമാൻ മാഗ്നിഫിസന്റ് ചെയ്തു. അന്ന് ഭൂമിയുടെ 60% അയാളെ കീഴില. ഏതെങ്കിലും കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, കിഴക്കൻ യൂറോപ്പ് മുഴുവൻ അയാളെ കീഴില, പടിഞ്ഞാറൻ യൂറോപ്പിലെ ചില ഭാഗങ്ങളെ പുറത്തുള്ളൂ. അപ്പൊ ആ രാജ്യങ്ങളിലൊക്കെ പ്രയാസമുണ്ട് ജൂതന്മാർക്ക്. അപ്പൊ ജൂതന്മാർ എന്റെ നാട്ടിൽ വന്ന് വാർത്തോളൂ എന്ന് പറഞ്ഞു. ജൂത കുടിയേറ്റത്തെ ഉത്തേജിപ്പിച്ചു ആര്? സുലൈമാൻ മാഗ്നിഫിസന്റ് ചെയ്തു എന്ന് ആരാ പറയുന്നത്? ഇസ്രായേൽ സർക്കാർ. പുതിയ പുതിയ കുടുംബങ്ങൾ ജെറൂസലേമിൽ സ്ഥിരതാമസമാക്കി. ഭൂരിഭാഗവും സഫേദിലേക്ക്, അതെല്ലാം ഉസ്മാന്റെ കീഴിലാണ്. അവിടെ ജൂത ജനസംഖ്യ, സഫേദിൽ ജൂത ജനസംഖ്യ ഏകദേശം 10,000-ഓളം ആയി. നഗരം അഭിവൃദ്ധി പ്രാപിച്ച ഒരു ടെക്സ്റ്റൈൽ കേന്ദ്രമായും തീവ്രവാദ ഭൗതിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും മാറി. ഈ കാലഘട്ടത്തിൽ കപാലയുടെ യഹൂദ മിസ്റ്റിക്സ് പഠനം അഭിവൃദ്ധിപ്പെട്ടു. കപാല എന്ന് പറഞ്ഞാൽ കൂടോത്രത്തിന് വേണ്ടിയുള്ള കിതാബാണ്. ആരുടെ? യഹൂദികളുടെ. അതാണ് ജൂത മിസ്റ്റിസിസം എന്ന് പറയുന്നത്. കപാല എന്നൊരു കിതാബുണ്ട് അവർക്ക്. ലോകത്തെ ഏറ്റവും വലിയ കൂടോത്രക്കാർ, സിഹർ, കൂടോത്രം ചെയ്യുന്നവരാരാ? യഹൂദികള്, പിന്നെ യൂറോപ്യന്മാരും ലോകത്ത്. അതിനു വേണ്ടി മാത്രമുള്ള ഒരു കിതാബാണ് എന്ത്? കപാല. കപാലയുടെ പഠനങ്ങളൊക്കെ ആ കാലത്ത് കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടു. എന്തുകൊണ്ട്? ജൂതന്മാർക്ക് കൂടി ഇരുന്ന് പഠിക്കാനുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി. പണ്ടങ്ങനെയില്ല. ഓരോ നാട്ടിൽ നിന്ന് ജൂതന്മാരെ പെട്ടെന്ന് ആടിയോടിക്കും. അപ്പോൾ അവർ പ്രവാസികളാണ്. അതാണ് ഡയസ്പോറ. ജൂതന്മാരെ ഡയസ്പോറ എന്ന് പറയും. ഡയസ്പോറ എന്ന ഒരു നാട്ടിലേക്ക് സ്ഥിരമായി താമസിക്കാൻ കഴിയില്ല. അവിടുന്ന് പുറത്താക്കും, പിന്നെ അവിടുന്ന് പുറത്താക്കും, അങ്ങനെ. അപ്പോൾ കപാലയുടെ പഠനങ്ങളും അതിനുവേണ്ടി മദ്രസകൾ, സ്കൂളുകളൊക്കെ അവർ സ്ഥാപിച്ചു ജൂതന്മാര്. എന്തുകൊണ്ട്? ഉസ്മാനികളെ കീഴിൽ നല്ല സൗകര്യത്തിൽ ജീവിക്കാം. അങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ പുരോഗതി ആദ്യ ലക്ഷണങ്ങൾ കണ്ടു. വിവിധ പാശ്ചാത്യ ശക്തികൾ പലപ്പോഴും മിഷനറി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ബ്രിട്ടീഷ്, ഫ്രഞ്ച്, അമേരിക്കൻ പണ്ഡിതന്മാർ ബൈബിൾ ഭൂമിശാസ്ത്രത്തെയും പുരാവസ്തു ശാസ്ത്രത്തെയും കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഓസ്ട്രിയ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ജെറൂസലേമിലെ കോൺസുലേറ്റുകൾ തുറന്നു. ഇങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം അക്കാലത്ത് ജെറൂസലേമിനും പരിസരത്തും ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലും എല്ലാം സ്വൈരമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവരൊരുക്കി കൊടുത്തു. ഒരിക്കലും മുസ്ലിം സമുദായം വർഗീയവാദികൾ എന്ന് പറയാൻ ഒരിക്കലും ചരിത്രത്തിൽ അതിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇന്നലെ പറഞ്ഞ ചില ഭാഗങ്ങൾ. സുലൈമാൻ ഖാനൂനിയെ നിയമജ്ഞൻ എന്ന് പറയാനുള്ള കാരണങ്ങളിലൊന്ന്, അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ചിട്ടപ്പെടുത്തി. ക്രിമിനൽ നിയമങ്ങൾ കൃത്യമായും സ്റ്റേറ്റിന് കീഴിൽ കൊണ്ടുവന്നു. ലോകത്തെ ആദ്യത്തെ നിയമം നടപ്പിലാക്കിയ, യൂറോപ്പിൽ നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖാനൂനി, നിയമജ്ഞൻ എന്ന് പേര് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, 23ഓളം ലോകത്തെ അതിപ്രധാനികളുടെ പ്രതിമകൾ അമേരിക്കൻ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ആര്? സുലൈമാൻ ഖാനൂനി. ആര്? അദ്ദേഹം ഭരിക്കുമ്പോൾ മുസ്ലിം ലോകത്തിന്റെ 90% ഭരിക്കുന്നത് മുസ്ലിങ്ങളാണ്. ആ രൂപത്തിൽ ഇസ്ലാമിക ഭരണത്തെ അഭിവൃദ്ധിപ്പെടുത്തിയ ആൾ. അദ്ദേഹത്തിന്റെ കീഴിലാണ് 60% ഭൂമിയിലുള്ള രാജ്യങ്ങൾ. ഞാൻ കാണിച്ചു തന്നു. അതിന് പുറമെ യൂറോപ്പിലും മറ്റുള്ള രാജ്യങ്ങളിലും ജീവികൾക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിൽ നിയമ സംവിധാനം നടത്തിയത് ഖാനൂനിയാണ്. പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്. 1539 സുലൈമാൻ ഖാനൂനി ഉണ്ടാക്കിയ നിയമം അവ്വലു ലായിഹത്തിൻ ഖാനൂനിയ്യ ലിൽ ഹിഫാദി അലൽ ബിഅ ഫി ഉറബ ഫി അഹദിഹി വജദ മുവല്ലഖൂന മുഖ്തസൂന ബിൽ ഹിഫാദി അലാ നളാഫത്തിൽ ബിഅ. പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി, ശ്രദ്ധിക്കണേ, പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയത് മുസ്ലിങ്ങളാണ്. ഉസ്മാനി മുസ്ലിങ്ങൾ AD 1539. നമ്മുടെ 500 കൊല്ലം മുമ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് പോലും ലോകരാജ്യങ്ങൾ പൂർണ്ണമായി നിയോഗിച്ചിട്ടില്ല. അക്കാലത്ത് യൂറോപ്പിലടക്കം, ഞാൻ പറഞ്ഞ കിഴക്കൻ, ബാൾക്കൻ, യൂറോപ്പ് മൊത്തം അദ്ദേഹത്തിന് കീഴിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെയെല്ലാം പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തി. വക്കാന യുത്തലഖ് ഇസ്മു ജോബിലോക് ഷോബാസി എന്നായിരുന്നു അവരുടെ പേര്. അതൊരു ഉദ്യോഗസ്ഥ ഭാഷയാണ്, തുർക്കി ഭാഷയാണ്. എന്റെ പരിസ്ഥിതിക സംരക്ഷകർ എന്നാണ് തുർക്കി ഭാഷയിൽ അതിന്റെ അർത്ഥം. ജോബിലോക് സോബാഷി
ഇല്ല അന്നഹ ഫീ ദാലിക്കൽ വഖ്തി ലം തകുൻ കദാലിക ഫീ അയ്യി ബുഖാത്തി മിനൽ ആലം. അന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ദൈനംദിന ഉദ്യോഗസ്ഥന്മാർ ലോകത്തെ ഒരു രാജ്യത്തും ഇല്ല. അതിനുവേണ്ടി ചില നിയമങ്ങളും കൊണ്ടുവന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെ ഞാൻ പറഞ്ഞ മുനിസിപ്പൽ നിയമങ്ങൾ ആദ്യമായി കൊണ്ടുവരുന്നത് ഖാനൂനിയ. ഏതുപോലെ ലറൂറത്തുൽ 1 അദ്ദേഹത്തിന്റെ 1939 ഭരണപരിഷ്കാര നിയമനിർമ്മാണം. ലറൂറത്തുൽ മുഹാഫളത്തി അലാ നളാഫത്തിൽ മനാതിഖിൽ മുഹൈത്തത്തി ബിൽ മസാകിനി വദ്ദക്കാകീൻ. ജനങ്ങൾ താമസിക്കുന്ന ഏരിയകള്, കച്ചവട കേന്ദ്രങ്ങൾ പൂർണ്ണമായി ശുദ്ധിയായിരിക്കണം, അത് നല്ല ക്ലീനായി ആയിരിക്കണം. ലറൂറത്തു മുഹാഫള അലാ നളാഫത്തിൽ മനാതിഖി അൽ മുഹൈത്തത്തി ബിൽ മസാകിൻ. താമസ സ്ഥലങ്ങൾ വദ്ദക്കാകീൻ, കച്ചവട കേന്ദ്രങ്ങൾ അവിടെ പൂർണ്ണ ക്ലീൻ ആയിരിക്കണം. ക്ലീൻ സിറ്റി, യൂറോപ്പിൽ ക്ലീൻ സിറ്റി സംവിധാനിച്ചത് ഖാനൂനിയ. ഇന്നും മുസ്ലിങ്ങൾ യൂറോപ്പിൽ പോയി എന്ന് പറയും നമ്മളെ നാടൊന്നുമില്ല, ഭയങ്കര ക്ലീനാ. ഇത് ആദ്യം ചെയ്തതാരാ? സുലൈമാൻ ഖാനൂനിയ 1539. അന്ന് ലോകത്ത് അങ്ങനത്തെ സംവിധാനം ഇല്ല. 2 ലറൂറത്തുൽ ഇഹ്തിമാമാത്തി ബിൻ നളാഫാത്തിൽ മഹല്ലാത്തിൽ ആമ്മ. ആളുകൾ വരുന്ന പൊതുസ്ഥലങ്ങൾ പൂർണ്ണമായി ക്ലീൻ ആക്കിയിരിക്കണം. കൽ ഹമ്മാമാത്തി, പൊതു കുളിപ്പുരകൾ. വൽ ഖാനാത്തി, ആളുകളുടെ വിശ്രമ കേന്ദ്രങ്ങൾ. അവിടെ അതിന് ഉദ്യോഗസ്ഥന്മാര് പൊതുവിശ്രമ കേന്ദ്രങ്ങൾ. വിശ്രമ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് 7000 സ്ക്വയർ മീറ്ററിൽ വരെ വിശ്രമ കേന്ദ്രങ്ങൾ യൂറോപ്പിൽ ഉണ്ടാക്കിയ ചരിത്രമുണ്ട്. ആളുകൾക്ക് ഇരിക്കാനുള്ള, വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, യാത്രക്കാർക്ക് ഇരിക്കാൻ. പിന്നെ കച്ചവട കേന്ദ്രങ്ങൾ വരുന്നവർക്ക് ഇടയിൽ വന്നു പൈസ എണ്ണി നോക്കാൻ, കച്ചവട സാധനങ്ങളൊക്കെ നോക്കാൻ, തൽക്കാലം വിശ്രമിക്കാൻ, കുതിരവണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ തൽക്കാലം വിശ്രമിച്ച് കിടന്നുറങ്ങാൻ 7000 സ്ക്വയർ മീറ്റർ ഒക്കെയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ ഒരു കാലത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായി ക്ലീനായി സംരക്ഷിക്കുന്ന അതിനുള്ള ഉദ്യോഗസ്ഥന്മാര്. ഹമ്മാമാത്ത്, പൊതു കുളിപ്പുരകൾ, കക്കൂസുകൾ, പൊതു കുളിപ്പുരകൾ, കക്കൂസുകൾ, അതിനൊക്കെ നല്ല ഉദ്യോഗസ്ഥന്മാർ, രാജകീയ ഉദ്യോഗസ്ഥന്മാര്. 3-4 നിയമങ്ങൾ. ലറൂറത്തു ഖിയാമിൽ ബഖാരീന വ അസ്ഹാബിൽ മിഹാനിൽ ഉഖ്റ ബിനഖ്ലിൽ ഫളലാത്തി വൽ മിയാഹിൽ വസഖ ഇലാ ഖാരിജിൽ മദീന. വേറെ നിയമം, അതായത് ചില തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ, ആ തൊഴിലുകളിൽ അവർക്ക് അവശിഷ്ടങ്ങൾ ഉണ്ടാവും. ഉദാഹരണം പറയാ, ഇരുമ്പിന്റെ പണിയെടുക്കുക, അങ്ങനെയുള്ള പണികൾ. അസ്ഹാബിൽ മിഹാനി, മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾക്ക് തൊഴിൽ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. അതങ്ങനെ വിടാൻ പാടില്ല, ശുദ്ധിയാക്കണം. പിന്നെയോ ചിലപ്പോൾ അവർക്ക് വൃത്തികേടായ വെള്ളം ഉണ്ടാവും. ബിനഖ്ലി ഫളലാത്തി, വേസ്റ്റുകള്, വൽ മിയാഹിൽ വസഖ, വൃത്തികേടായ വെള്ളം. ഇതെല്ലാം ഖാരിജൽ മദീന, പട്ടണത്തിന് പുറത്തേക്ക് അവർ ഒഴിക്കേണ്ടതാണ്. ഒരിക്കലും പട്ടണത്തിലിടാൻ പാടില്ല നിയമം. അക്കാലത്ത് പട്ടണത്തിൽ ഒരാൾക്ക് കച്ചവടം വെക്കാൻ വേണ്ടി ഖലീഫ സമ്മതം കൊടുക്കണമെങ്കിൽ, അല്ല ഖലീഫയുടെ ഉദ്യോഗസ്ഥ ഓഫീസിന് സമ്മതം കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? പാരിസ്ഥിതിക പ്രശ്നം പൂർണ്ണമായി പാലിക്കും എന്ന് അയാൾ ഉറപ്പ് നൽകണം. അപ്പോഴേ പറ്റുള്ളൂ. അതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാർ വേറെ. അദം സമാഹി അസ്ഹാബിൽ അറബാത്തി ബിഇഖാഫി അറബാത്തിഹിം അമാമൽ മനാസിലി. ഒരിക്കലും കുതിരവണ്ടികൾ ജനം താമസിക്കുന്ന വീടുകളുടെ മുന്നിൽ നിർത്തിയിട്ട് പോകരുത്. കാനൂനി നിയമം. വലിയ വലിയ ടൗണുകളിലേക്ക് അക്കാലത്തെ മനുഷ്യന്മാര് വരുന്ന സ്ഥലം എവിടെയാ? കുതിരവണ്ടിയാണ്. കുതിരവണ്ടി വീട്ടുകളെ മുന്നിൽ നിർത്തിയിട്ട് പോകരുത്, ആ വീട്ടുകാർക്ക് ശല്യവും. അദം സമാഹ്, ഉദ്യോഗസ്ഥന്മാർ വിട്ടുവീഴ്ച ചെയ്യരുത്. അസ്ഹാബിൽ അറബാത്തി, കുതിരവണ്ടികളുടെ ആളുകൾക്ക് ബിഇഖാഫി അറബാത്തിൻ, കുതിരവണ്ടികൾ നിർത്താൻ, അമാമൽ മനാസിലി, വീടുകളെ മുന്നിൽ, വദ്ദക്കാകീനി, കടകളെ മുന്നിൽ, വൽ ഇഖാഫിഹ, എങ്കിലും അത് നിർത്തണം, ഫി മഹല്ലാത്തി വഖൂഫിൻ ഖാസ. അപ്പൊ കുതിരവണ്ടി നിർത്താൻ വേണ്ടി പട്ടണങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സ്ഥലം. എന്നാൽ 1539 ഈ നിയമജ്ഞനായ സുലൈമാൻ ഖാനൂന്റെ നിയമമാണ് എന്ത്? വീടുകളുടെ മുന്നിലോ കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിലോ ഒരു കാരണവശാലും കുതിരവണ്ടികൾ നിർത്തിയിടാൻ പാടില്ല. എവിടെ നിർത്തിയിടണം? ഒരാള് പൊതുവായ സ്ഥലത്ത് കുതിരവണ്ടി നിർത്തിയിടുക, എന്നിട്ട് കുതിരക്കാരനെ അവിടെ നിർത്തുക, എന്നിട്ട് അയാൾ സാധനം വാങ്ങാൻ പോവാ. അവ ടൗണിൽ ഷിപ്പിൽ എന്ത് പ്രശ്നം ഉണ്ടാവില്ല, കുതിരവണ്ടിനെ കൂടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഏതെങ്കിലും സാധനം കൊണ്ട് കടകളിലേക്ക് വന്ന കുതിരവണ്ടികൾ സാധനം ഇറക്കാൻ നേരെ തിരിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തുക. ടൗണിൽ കുതിരവണ്ടി നിർത്താൻ പാടില്ല. കുതിരവണ്ടിയല്ലേ എന്നുള്ളത്. ഇതെല്ലാം നോക്കാൻ വേണ്ടി, ഇതിനെല്ലാം നോക്കാൻ ഇല്ലെങ്കിൽ അവര് ശിക്ഷ നടപ്പിലാക്കും. അതിനൊക്കെ പ്രത്യേകമായ ഉദ്യോഗസ്ഥന്മാരും കാനൂനിക്കുണ്ടായിരുന്നു. അതേ നിയമമാണ് പിൽക്കാലക്കാരും തുടർന്നു പോകുന്നത്. മറ്റൊരു നിയമം, അസ്ബാരി വൽ ഔസാഖി അമാമൽ ബുയൂട്ടി. സബാലകൾ, അതായത്
കടലാസ് കഷ്ണങ്ങള്, തുണിക്കഷ്ണങ്ങള്, കൂട് പോലത്തെ സാധനം കൊണ്ട് ബാക്കികള് ഇത് വീട്ടിന് മുന്നിൽ എറിയാൻ പാടില്ല. അതുമു റമീൽ അസ്ബാലി, സബാലകളെ എറിയരുത്. വൽ ഔസാഖി, വൃത്തികെട്ട സാധനങ്ങളെയും അമാമൽ ബുയൂത്തി, വീടുകളുടെ മുന്നിലേക്ക് എറിയാൻ പാടില്ല. വദ്ദക്കാക്കിനി, കടകളെ മുന്നിലിടരുത്. പിന്നെയോ അവിടെ ഒന്നും അത് എറിയാൻ പാടില്ല. എവിടെയെങ്കിലും എറിയപ്പെട്ടതായി ഒരു സാധനം കണ്ടാൽ അവിടെ കടന്നു പോകുന്ന ആൾ അതെടുത്ത് അതിനു വേണ്ടി മാത്രം വെച്ച വീപ്പകളിൽ നിക്ഷേപിക്കൽ നിർബന്ധമാണ്. 21-ാം നൂറ്റാണ്ടിൽ പോലും പൂർത്തിയാകട്ടെ നിയമ ഈ നിയമം നടപ്പിലാക്കിയ കാനൂനി യൂറോപ്പില്. അല മുവല്ലിഫി ഷുബാസി എന്ന ഈ ഉദ്യോഗസ്ഥന് നിർബന്ധമാണ് ഇബ്ദാഉൽ ഇഹ്തിമാമി ബിനവാഖത്തിൽ അസ്വാഖി വമഹല്ലി സുക്ന വഇജ്ബാരി അസ്ഹാബിൽ ബുയൂത്തി വൽ മഹല്ലാത്തി അലാ റഫഇൽ ഔസാഖിൽ ഖരീബത്തി മിൻ ബുയൂത്തിഹിം വമഹല്ലാത്തിഹിം ഫി ഹാലി ഖൗലി ബഅദ് ഇന്നി ലം അർമി ഹാദൽ ഔസാഖ്. എന്റെ ഒരു വീട്ടിന്റെ മുന്നിൽ ഒരു മോശം കണ്ടാൽ ആ വീട്ടുകാരെ എടുത്ത് നീക്കിയിരിക്കണം. ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും അതിനൊക്കെ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാര്. ഒരു വൃത്തിയായിട്ട സാധനം അങ്ങാടിയിലില്ല, റോട്ടുമലില്ല, ഒന്നുമില്ല. 500 മുമ്പാണ് ഈ പറയുന്നത്. ഡോബികള് അലക്കിയ ബാക്കി വെള്ളം റോട്ട് കൊഴിക്കാൻ പാടില്ല. അതിനവർ ഡോബിശാലയിൽ പ്രത്യേക ഏരിയ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ, കാനൂനി നിയമജ്ഞൻ എന്ന് പറയാൻ മാത്രം അദ്ദേഹം ഉണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി നിയമം കൊണ്ടുവരുന്നതൊക്കെ കാനൂനിയാണ്. ഇന്ന് യൂറോപ്യൻ നിയമങ്ങളായിട്ടാണ് ഇപ്പൊ നമ്മളത് സ്വീകരിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാമിക നിയമങ്ങളാണ്. രക്തവുമായി ബന്ധപ്പെട്ട തൊഴിലാളികള്, അതായത് ആടിനെ കന്നിനെ കറുക്കുന്നവര്, അവർ എന്ത് ചെയ്യരുത്? സബുക്കുൽ മിയാഹിൽ ഖദ്റ വദ്ദിമാഇ അല തുറുഖിൽ ആമ്മ, രക്തം റോട്ടിലാക്കാൻ പാടില്ല. അറക്കാം, ഒട്ടകത്തിന് അറക്കാം, പോത്തിന് അറക്കാം, കാളയെ അറക്കാം, പക്ഷെ വേറിട്ട സ്ഥലത്തിൽ അർത്തിരിക്കണം. അത് ടൗൺഷിപ്പില് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. അതിലെ ഒരു തുള്ളി ചോര റോട്ടിലേക്ക് വരരുത്. യജിബു നഖ്ലുഹ ഇലൽ ഖലവാത്തി, അതായത് അറവുശാലകളിലെ വേസ്റ്റ് രക്തമായാലും വേണ്ടില്ല, മറ്റു വേസ്റ്റുകളായാലും വേണ്ടില്ല, അത് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കേണ്ടതാണ്. ഇനി പ്രത്യേക സ്ഥലങ്ങളിൽ, ഒരിക്കലും പട്ടണത്തിൽ കാണാൻ പാടില്ല. ആട്ടിന്റെ തല വിൽക്കുന്നവര്, ചുട്ട ആട്, അതേപോലെ തന്നെ കുക്കുകള്, ഇങ്ങനെ അറവുകാര്, അതേപോലെ തന്നെ കുക്കർമാര്, വലിയ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തിരുന്ന വലിയ ടൗൺഷിപ്പുകള്, അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യമുണ്ട്. ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ് കഴിഞ്ഞുവിടുന്നത്. ജനങ്ങളൊക്കെ വലിയ റാഹത്ത്, നല്ല ഷോപ്പിംഗ്, നല്ല സാഹചര്യങ്ങൾ, നല്ല ഭക്ഷണം, നല്ല റാഹത്ത്. അതൊന്നും വേസ്റ്റുകൾ പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല. അറബാത്തി, കുതിരവണ്ടിക്കാര് തടയപ്പെടണം. മിൻ തഖ്ദീദിൽ മിൽ അലഫിൽ ഹൈവാനാത്തിൻ അമാമ ദക്കാക്കീൻ, പീടിയന്റെ മുന്നിലിട്ട് കുതിരകൾക്ക് പുല്ല് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ പുല്ലവിടെ ചാടി അങ്ങാടി ആശാവും. കാനൂനിയുടെ നിയമ, ഇതൊക്കെ കാനൂനിയുടെ നിയമ. 500 കൊല്ലം മുമ്പ് ലോകത്ത് ചർച്ചയല്ലാത്ത പരിസ്ഥിതിക വിഷയം ചർച്ചയില്ലാത്തൊരു കാലത്ത് ലോകത്തെ ഈ രൂപത്തിൽ മനോഹരമായി സംവിധാനിക്കുന്നതിൽ ഉസ്മാനികൾ ചെയ്ത സേവനം എത്രയാണ് എന്നാലോചിക്കാനാണ്. അമറൽ കാനൂനി, കാനൂനി കൽപ്പിച്ചു അതായത് ഏത് വീടുകളോടനുബന്ധിച്ചും ഒരു കിളിപ്പൊര ഉണ്ടാക്കണം. കുളിപ്പൊരല്ല, കിളിപ്പൊര. അതായത് ഏത് പക്ഷിക്കും തണുപ്പുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വന്നിരിക്കാം, ഉണ്ടാക്കി കൊടുക്കണം. ഒരു വീടുണ്ടാക്കുമ്പോൾ അതോടനുബന്ധിച്ച് എന്തുണ്ടാക്കണം? ബുയൂത്തിൽ തുയൂർ, പക്ഷികൾക്ക് വീടുണ്ടാക്കുക. ഈജിപ്തില് സിറിയയിലൊക്കെ യാത്ര ചെയ്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാകും പക്ഷികൾക്കുള്ള വീടുകൾ ഇപ്പോഴും വീട്ടുമുറ്റത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈജിപ്തിലെ സിറിയയിലൊക്കെ പോയിട്ടുണ്ട്. അത് ഗോപുരങ്ങൾ പോലെ കെട്ടിയുണ്ടാക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നറിയോ? ഓരോ സ്ഥലത്ത് ഇവരെന്ത് ചെയ്യും? ഓരോ ഹോളുകൾ ഇങ്ങനെ വെക്കും. ആ ഹോളുകളോടനുബന്ധിച്ച് ചില മരത്തിന്റെ പലകകളും വെക്കും. ഈ ഹോളിൽ നിന്ന് അതിന്റെ അപ്പുറത്തെ ഹോളിലേക്ക് ഒരു മരപ്പലക ഇങ്ങനെ വെക്കും. ആ മരപ്പലകയിൽ വന്നിരിക്കാം ആർക്ക്? കിളിക്ക് അവിടെ പാർക്കാം. ഇതിങ്ങനെ ഗോപുരം പോലെ കെട്ടുക, കിളികളുടെ പുര. അതിന്റെ ടോപ്പിൽ ഒരു പലക ഇങ്ങനെ വെക്കും, അതിന്റെ അടിയിൽ വേറെ പലക വെക്കും, അതിന്റെ അടിയിൽ താഴെ വരെ. അപ്പം 100 കണക്കിന് കിളികൾക്ക് ഒരൊറ്റ ഈ കിളിപ്പരയിൽ വന്നിരിക്കാം. ഈ കിളിവീടുകളുടെ അടിസ്ഥാനം 1539 സുലൈമാൻ ഖാനൂനിയാ ചെയ്തത്.
1550 സുലൈമാൻ ഖാനൂനി അസ്തറ സുൽത്താൻ സുലൈമാൻ ഖാനൂനി ഖറാറൻ ഒരു പുതിയ നിയമം ഉണ്ടാക്കി. എന്ത്? 1550 സുലൈമാൻ ഖാനൂനി പുതിയ നിയമം കൊണ്ടുവന്നു. 1550 1566 ഖാനൂനിയുടെ വഫാത്ത്. അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു. എന്ത്? വഅലന ഫീഹി. ആ നിയമത്തിൽ അദ്ദേഹം പരസ്യപ്പെടുത്തി. എന്ത്? മൻഉ സിയാദത്തിൻ സിഖലി അലൽ ഹയവാനാതി. അതായത് ചരക്ക് വഹിക്കുന്ന ജീവികൾ, കഴുത, കോവർ കഴുത, കാള, അതേപോലെ തന്നെ കുതിര, ഒട്ടകം, അതിന് വഹിക്കാനാവാത്ത ഭാരം അതിനെ പുറത്ത് വെച്ചു കൊടുക്കരുത്. വെച്ചു കൊടുത്താൽ അയാൾ പിഴ അടക്കേണ്ടി വരും, ശിക്ഷിക്കപ്പെടും, ജയിലിലിടും. ജയിലുണ്ടാവും, പിഴയുണ്ടാവും. എന്ത് ചെയ്താൽ? ഒരു കാളയെ അതിനേക്കാൾ ഒരു ഭാരം അതിന് കൊടുക്കുക, ഒരു കുതിരക്ക് അതിനേക്കാൾ ഭാരം കൊടുക്കുക, അതിന് വഹിക്കാൻ കഴിയാത്ത ഭാരം. ഒരു ഒട്ടകം അതിന് വഹിക്കാൻ കഴിയാത്ത ഭാരം കൊടുക്കുക. ഒരു കഴുത. നിയമമാണ് 1550 സുലൈമാൻ ഖാനൂനി കൊണ്ടുവന്ന നിയമമാണ്. എന്ത്? ഭാരം വഹിക്കുന്ന ജീവികളെ അവർക്ക് വഹിക്കാവുന്നതിന് പരിധിക്കപ്പുറം അവരുടെ മേൽ വെച്ച് കെട്ടാൻ പാടില്ല. അപ്രകാരം അദ്ദേഹത്തിന് മറ്റൊരു നിയമമാണ്. എന്ത്? കാനത്തിലെ അസ്നത്തുലെത്തി താമര സിഖലൻ തർത്താഹു ഫി യൗമിൽ ജുമുഅ. അതായത് മനുഷ്യന് വഹിച്ചു കൊണ്ടുപോകുന്ന ജീവികൾ, അതേപോലെ തന്നെ ഭാരം വഹിക്കുന്ന ജീവികൾ, ഇവരെല്ലാം തർത്താഹു ചെയ്തൻ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അവരെ കൊണ്ട് തൊഴിൽ എടുപ്പിക്കരുത്. ജീവികളെ കൊണ്ട്. മൃഗങ്ങൾക്കെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണാവധി. അതേതാ നല്ല? ഏത് ജീവിയുടെ പെരുന്നാളാണല്ലോ എന്ന് വെള്ളിയാഴ്ച. ആ ദിവസത്തെ പേടിക്കാത്തൊരു ജീവിയില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ ദിവസം ഇലാഹിയാർ പേടിയുള്ള ദിവസം ഭാരവും ചോപ്പിക്കണ്ട. തർത്താഹു ജയ്യീദൻ നല്ല നിരക്ക് റാഹത്തെടുത്തോട്ടെ. 24 മണിക്കൂർ തൊഴിലെടുപ്പിക്കാൻ പാടില്ല. കുതിര, വെള്ളിയാഴ്ച ഒരാൾ കുതിരപ്പുറത്ത് പോകുന്നത് കണ്ടാൽ അതിന് കാരണം ബോധിപ്പിക്കണം. ഇന്നാലിന്റെ ദിവസം ഇന്നാലിന് അത്യാവശ്യം കാരണം ബോധിപ്പിക്കില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ അയാൾ ജയിലിടും. വെള്ളിയാഴ്ച ദിവസം ചുമടെടുപ്പിക്കാൻ പാടില്ല. കാളവണ്ടി, കുതിരവണ്ടി, ഒട്ടക പുറത്ത് കയറുക പോലെയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമായി ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്താവുന്ന ഉതിരുകൾ ഇല്ലെങ്കിൽ ഒരാൾക്ക് അതിൽ തസാമോഹില്ല, വിട്ടുവീഴ്ചയില്ല. എന്തുകൊണ്ട്? തർത്താഹു ചെയ്യൻ. ഏതെങ്കിലും അനിവാര്യമായ നിർബന്ധ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥന് മുന്നിൽ ബോധ്യപ്പെടുത്തിയാൽ ആ ആഴ്ചയിൽ വേറെ ദിവസം, തൊട്ടടുത്ത ദിവസം ഇതിന് റാഹത്തെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തണം. എന്നാലേ അനുവദിക്കുള്ളൂ. അല്ലെങ്കിൽ പിഴയും ജയിലുണ്ടാവും. ഇന്ന് പോലും ഇല്ലാത്ത നിയമ. ഇന്ന് പോലും ലോകത്തങ്ങനെ നിയമമുണ്ടോ? ഇന്ന ദിവസം ഒട്ടപ്പുറത്ത് ഇടാൻ പാടില്ല നിയമമുണ്ടോ? ഒരു നിയമം എന്തിനാ നിയമം വെച്ചത്? എല്ലാവരും ഒരു ദിവസത്തിൽ കുതിരയും കഴുതിയും ഒട്ടകം ഒന്ന് റാഹത്തായി കിടക്കട്ടെ. അപ്പൊ ഒരാൾ ഏത് ദിവസം കുതിരപ്പുറത്ത് പോകുന്നത് കണ്ടാലും ചോദ്യം ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ഒരാൾ കുതിരപ്പുറത്ത് പോകുന്ന ഉദ്യോഗസ്ഥൻ തടയും. എന്റെ അപ്പൊ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അയാൾ അതിന് വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഈ കുതിരക്ക് പൂർണ്ണമായി റാഹത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നിലവിലുള്ള ആ നാട്ടിലെ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒപ്പിടിച്ച രേഖ അയാളെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച പഠിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഈ രേഖയും കൊണ്ടാണ് പിന്നെ അയാൾ യാത്ര ചെയ്യുക. ഇതെല്ലാം സുലൈമാനുൽ ഖാനൂനിയുടെ നിയമങ്ങളാണ്. മക്കായിലും മദീനായിലും സുലൈമാനുൽ ഖാനൂനിയും പിൽക്കാലഘട്ടക്കാരും ചെയ്തിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ, മക്കായിലും മദീനായിലും ചെയ്തവ ചെറിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഇതൊന്നുമല്ല. AD 1517 കൂടെ മക്ക, മദീന, ജെറൂസലേം 3 പട്ടണങ്ങളും ഡമാസ്കസ് അടക്കം മക്ക, മദീന, ഖുദ്സ് ആ മസാജിദ് സലാത്തുള്ള പുണ്യഭൂമി ഉസ്മാനികളുടെ കീഴിൽ വന്നു. പിന്നെ അവർ ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. അവരുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് തന്നെ മക്ക, മദീനക്ക് വേണ്ടി അവർ ചെയ്ത സേവനം 1517 അതവരുടെ കയ്യിൽ വരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ മക്കയിലേക്കും മദീനയിലേക്കും അവർ അയച്ചു കൊടുത്തിരുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. മക്ക, മദീന, ജെറൂസലേം. സുൽത്താൻ മുഹമ്മദ് ഒന്നാമൻ ഹിജാസിനെ സർറെ ഹുമയൂൺ എന്ന ഒരു ഔദ്യോഗിക റെജിമെന്റിനെ അയക്കുന്ന പാരമ്പര്യം ആരംഭിച്ചു. അതായത് മക്കത്തേക്ക് ഒരു പട്ടാള സൈന്യത്തെ അയക്കുക, യുദ്ധം ചെയ്യാനല്ല. സൈന്യം യുദ്ധത്തിന് മാത്രമല്ലല്ലോ, ഭാരപ്പെട്ട സാധനങ്ങളൊക്കെ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് നീക്കം ചെയ്യൽ സൈന്യ. അപ്പൊ ഒരു റെജിമെന്റിനെ പ്രത്യേകം തയ്യാറാക്കി മക്കത്തേക്ക് കൊല്ലത്ത് പോകും. അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവുക? ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ അകമ്പടിയോടുകൂടെയാണ്. അതിനാണ് സുർറെ ഹുമയൂൺ എന്ന് പേരിട്ടത്. എന്താണ് ഇവർ ചെയ്യുക? ഒട്ടാപ്പുറത്ത് ഇസ്താംബൂളിൽ നിന്ന് അവർ പുറപ്പെടും. ഒരുപാട് തൂക്കുവിളക്കുകള്, ചാൻഡലിയേഴ്സ്, ഒരുപാട് തൂക്കുവിളക്കുകൾ മനോഹരമായ. അതായത് എന്ന് മുഹമ്മദ് ഒന്നാമന്റെ കാലത്ത് മക്കയും മദീനയും മുഹമ്മദ് ഒന്നാമന്റെ കാലത്ത് ഉസ്മാനികളായില്ല. മുഹമ്മദ് ഒന്നാമന്റെ മകനാണ് ആര് മുറാദ് രണ്ടാമന്റെ മകനാണ് മുഹമ്മദുൽ ഫാത്തിഹ്. മുഹമ്മദുൽ ഫാത്തിഹിന്റെ മകനാണ് ബായസീദ് രണ്ടാമൻ.
ബയസീദ് രണ്ടാമന്റെ മകനാണ് ആര്? സലീം ഒന്നാമൻ. സലീം ഒന്നാമന്റെ കാലത്തെ മക്കി മദീന കയ്യിൽ വന്നിട്ടുള്ളൂ. സലീം ഒന്നാമന്റെ ബാപ്പ ബയസീദ് രണ്ടാമൻ. ബയസീദ് രണ്ടാമന്റെ ബാപ്പ മുഹമ്മദുൽ ഫാത്തിഹ്. മുഹമ്മദുൽ ഫാത്തിഹിന്റെ ബാപ്പ മുറാദ് രണ്ടാമൻ. മുറാദ് രണ്ടാമന്റെ ബാപ്പ മുഹമ്മദ് ഒന്നാമൻ. ഈ മുഹമ്മദ് ഒന്നാമന്റെ കാലം മുതലേ വരേണ്ടിയും ഒരു പ്രത്യേക റെജിമെന്റിനെ കൊല്ലത്തിൽ മക്കയിലേക്ക് ഒരു വലിയ സൈന്യം. ആ സൈന്യത്തിന്റെ കയ്യിൽ ഏറ്റ പൊണ്ടാത്ത ചുമട് കൊടുത്തേക്കും. അതിൽ എന്തൊക്കെ ഉണ്ടാവും? അവിടേക്കുള്ള തൂക്കിവിളക്കുകള്, ഭാരമുള്ള തൂക്കിവിളക്കുകള്, ഭരണികള്, നല്ല 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 ഭരണികള്. പ്രത്യേകിച്ച് ഈ തുർക്കി വർക്കുകൾ എന്ന ഭയങ്കര രസമാണ്. സാരസ കലകൾ എന്നാ പറയാ, കേട്ടിട്ടില്ലേ? പള്ളികൾക്ക്, ആ കാർപ്പറ്റുകൾക്ക് ഭയങ്കര വർക്കാ. ഈ സാധനങ്ങളൊക്കെ സൈന്യത്തിന് കൈ കൊടുത്തേക്കും. സത്യത്തിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്തവരാണ് അന്ന് അവിടെ ഭരിക്കണത്. ഇവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടരാ മംലൂക്കികള്. ആ മംലൂക്കികളെ കാലത്താണ്, മംലൂക്കികൾ നല്ല കൂട്ടരുമല്ല, മംലൂക്കികളെ ഭരണ പണ്ഡിതനാണ് ആര്? ഇബ്നു തൈമിയ. മംലൂക്കികൾ ഒരു പേരിന് സുന്നികളാ. നമ്മളെ ഇന്നത്തെ രാഷ്ട്രീയ സുന്നികളെ പോലെ. സുന്നി എന്ന് പറയും ചെയ്യും, എല്ലാ സൗകര്യവും വഹാബികൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. എങ്ങനെ കൂട്ടരാ മംലൂക്കികള്? ആ മംലൂക്കികൾക്ക് വേണ്ടത് ഇത് അധികാരം. അതുകൊണ്ട് അതിന് ഒപ്പിച്ചിരിക്കണവരെ മുഴുവനും മുസ്ലിമീങ്ങളെ കൊല്ലാൻ, മുസ്ലിമീങ്ങളായിരിക്കവെ സ്വൈരമായി ജീവിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ കൂട്ടക്കൊല നടത്താൻ ഫത്വ കൊടുത്തു ആര്? ഈ കാക്ക. ആര്? ഇബ്നു തൈമിയ. അതൊക്കെ ഞാൻ പിന്നെ വായിക്കാം. ഇബ്നു തൈമിയ എന്ന പേരിൽ എൻ്റെ ഒരു പ്രഭാഷണം വരുന്നുണ്ട്. ഇബ്നു തൈമിയ കൂട്ടക്കൊല നടത്താൻ, മുസ്ലിമാരും അമുസ്ലിമാണെങ്കിലും സിവിലിയന്മാരെ കൂട്ടക്കൊല നടത്താൻ പാടില്ലല്ലോ. അതിന് ഫത്വ കൊടുത്തു ആര്? സാക്ഷാൽ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ ഇവരെ കൊട്ടാര പണ്ഡിതനാണ്. കേരളത്തിൽ ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്, സ്വന്തം ആശയത്തിന് വേണ്ടി അനവധി കാലം ജയിലിൽ കിടന്ന ആളാണ് ഇബ്നു തൈമിയ. എന്നിട്ട് തല്ലിട്ടെന്ന് ചോദിച്ചാൽ ഒരു മറുപടി അറിയില്ല, തല്ലിട്ടില്ല. അതായത് ഇയാൾ മനുഷ്യർക്ക്, മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ ഫത്വകൾ ഇറക്കും. അപ്പോൾ ജനം അയാളെ കൈകാര്യം ചെയ്യുമെന്ന് പേടിച്ചിട്ട് മംലൂക്കികൾ അയാളെ കൊട്ടാരത്തിൽ പറപ്പിക്കും. അതാ ജയില്. ഇയാളെ സംരക്ഷകരാണ് മംലൂക്കികൾ. പിന്നെ മംലൂക്കികള് ഇബ്നു തൈമിയ ആശയക്കാരാണോ? അല്ല. പക്ഷേ മംലൂക്കികൾക്ക് വേണ്ട ഫത്വയെല്ലാം ആര് കൊടുക്കും? ഇബ്നു തൈമിയ കൊടുക്കും. കൊട്ടാര പണ്ഡിതനാ ഇബ്നു തൈമിയ. ആ മംലൂക്കികളാണ് അന്ന് മക്കയും മദീനയും ഭരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു പ്രത്യേക റെജിമെന്റിനെ ഇഷ്ടം പോലെ നല്ല ചാൻഡിലേഴ്സ്, വിളക്കുകള്, നല്ല ഭരണികള്, നല്ല കാർപ്പറ്റുകള്, അതേപോലെ തന്നെ അവിടെ വിശ്രമിക്കുന്ന ആളുകൾക്കുള്ള പുടപ്പുകള്, മക്കായ മദീനയിൽ വിതരണം ചെയ്യുന്ന വില കൂടിയ വസ്ത്രങ്ങള്, ഷെരീഫിന്റെ കുടുംബത്തിൽ, ഷെരീഫ് പറഞ്ഞ ഉസ്മാനികളെ കാലത്ത് മക്ക മദീനയെ ഏൽപ്പിച്ചത് ഒരു സയ്യിദിനെയാണ്. അതുകൊണ്ടാണ് ഷെരീഫ് മക്ക എന്ന് പേരിട്ടത്. അബ്ദുൽ ഹമീദ് രണ്ടാമൻ 1909 പുറത്താക്കുമ്പോഴും മക്ക ഭരിക്കുന്നത് ഒരു സയ്യിദാണ്. പക്ഷെ ആ സയ്യിദിനെ ബ്രിട്ടീഷുകാർ വിലക്കെടുത്തു. നിങ്ങൾ ഉസ്മാനികളെ തള്ളിയിട്ട് സ്വയം രാജ്യമായിക്കോളി എന്ന് പറഞ്ഞു. അതിനുവേണ്ടി എന്ത് ചെയ്തു? ടി ലോറൻസ് എന്നൊരു ജാരസന്താനത്തെ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ജാരസന്താന ഒരു പട്ടാള ഓഫീസർക്ക് അഭിഹിതമായി അയാളുടെ വീട്ടിലെ പരിചാരികയിൽ ജനിച്ച മകനാണ് ടി ലോറൻസ്. അയാളാണ് മക്കയും മദീനയും പിടിച്ചടക്കാൻ വേണ്ടി കൂടെ പറഞ്ഞു കൊടുത്തത്. അയാൾ എന്ത് ചെയ്തു? അയാൾ വഹാബികൾക്ക് എല്ലാവരും ഒത്താശം ചെയ്തു കൊടുത്തു. എന്താ ചെയ്തത്? ഷെരീഫിന്റെ കൂടെ നിന്ന് ഷെരീഫിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു. കാരണം ഷെരീഫ് വന്നാൽ ജനങ്ങൾ വല്ലാതെ കളിക്കൂല. മക്കയും മദീനയും ഉസ്മാനി ഖിലാഫത്തിൽ നിന്ന് വേറിട്ടാക്കി. അന്ന് മദീന ഭരിക്കുന്നത് വേറൊരാളാ, ആര്? ഫഖ്റുദ്ദീൻ ബാഷ. മദീനയെ ഫഖ്റുദ്ദീൻ ബാഷയെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? സുൽത്താന് ഏറ്റവും ഇഷ്ടമുള്ള തുർക്കിക്കാരനാണ് അദ്ദേഹം. വേറെ ആരാണെങ്കിലും ബ്രിട്ടീഷുകാർക്ക് കൊയ്പ്പെടും. തുർക്കിക്കാരനാവും രാജാവിന്റെ അടുത്ത ആളാണ്, ബ്രിട്ടീഷുകാർക്ക് കൊയ്പ്പെടൂല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവസാനം വരെ പിടിച്ചത് ഫഖ്റുദ്ദീൻ ബാഷയാണ്. അയാളെ പിടിച്ച് നാട് കടത്തിയത്. അയാളെ സൈന്യം ബ്രിട്ടീഷുകാരോട് പൊരുത്തി. വലിയ വിഷയം ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഈ കാലഘട്ടത്തിലെ എല്ലാ സാധനം ഷെരീഫിന്റെ കുടുംബത്തിന്, അവിടുത്തെ ആലിമീങ്ങൾക്ക്, അവിടെ സന്ദർശകർക്ക്, വിശ്രമിക്കുന്നവർക്കുള്ള പടപ്പുകള്, കാർപ്പറ്റുകള്, വിളക്കുകള്, എംബ്രോയിഡറി വർക്കുകള്, ഇതെല്ലാം ഇവരെ കൊടുത്തയച്ചത്. അന്ന് അവരെ കീഴിലല്ല മക്കയും മദീനയും. അതിനു പുറമെ കേട്ടോ, റെജിമെന്റിനൊപ്പം മക്കയിലേക്ക് മദീനയിലേക്ക് സാധാരണക്കാർക്കുള്ള സമ്മാനങ്ങളും ചാരിറ്റികളും അയച്ചു. മക്കയും മദീനയിലും ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സാധാരണക്കാർക്ക് വീതിച്ചു കൊടുക്കാനുള്ള സ്വർണ്ണ നാണയങ്ങൾ ഇതൊക്കെ റെജിമെന്റിൽ കൊടുത്തയച്ചു. മക്ക നിവാസികൾ, മദീന നിവാസികൾ. എന്തുകൊണ്ട്? അവരൊക്കെ വിശുദ്ധ നഗരത്തിലെ ആളുകളാ. അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അവരൊക്കെ അള്ളാഹുവിന്റെ അഹ്ലാണ്. കാരണം അവർ അള്ളാഹിന്റെ പട്ടണവാസികളാണ്. അള്ളാഹിന്റെ പട്ടണമാണ് മക്കയും, അള്ളാഹിന്റെ പട്ടണമാണ് മദീനയും. അള്ളാഹുവിന്റെ ഇസ്സത്തും ഷറഫും നിലനിർത്തട്ടെ. മദീനയുടെ സാക്കിനായ മുത്ത് മുഹമ്മദ് മുസ്തഫ കൊടുക്കുകയും അള്ളാഹുന്റെ ഹബീബിന്റെ ഒരു തിരുനോട്ടം നമ്മുടെ ഈ പ്രഭാഷണത്തിലേക്ക് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ റഹീം. അന്ന് ഉസ്മാനികൾക്ക് വേണ്ടി പ്രത്യേകം സദാ ദുആ ചെയ്യുന്ന
അനവധി ആയിരക്കണക്കായ കുടുംബങ്ങൾ മക്കയിൽ മദീനയിലുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവരെ കൊല്ലം കഴിഞ്ഞുവിടാൻ ഖലീഫയുടെ അയച്ചു കൊടുക്കും സ്വർണ്ണ നാണയങ്ങൾ. മക്കയിലെ സ്ഥിര താമസക്കാര് ഏകദേശം ഒരു ഖുറൈശികള്, മക്കയിലെ ഖുറൈശികളെയും നബി കുടുംബത്തെയും ആട്ടി ഒടിപ്പിച്ചൊരു വഹാബികളാ. ലോകത്തെ ഏറ്റവും കൂടുതൽ അഹ്ലു ബൈത്ത് ഉണ്ടായിരുന്ന നാടാണ് ഏത്? മക്കയും മദീനയും. ഇന്ന് തീരെ അഹ്ലു ബൈത്ത് ഇല്ലാത്ത നാടാണ് ഏത്? മക്കയും മദീനയും. എന്ത് ചെയ്തു? വഹാബികൾ കൊന്നു, നാട് കടത്തി. എത്ര കൊന്നത്? ആദ്യത്തെ അഹ്ലു ബൈത്തിനെ കൊന്നതാരാ? അഹ്ലു ബൈത്തിന്റെ ബാപ്പയെ കൊന്നതാരാ? ഖവാരിജ്, അന്നത്തെ ഖവാരിജ്. ഇന്നത്തെ അഹ്ലു ബൈത്തിനെ കൊന്നതാരാ? ഇന്നത്തെ ഖവാരിജ്. ഇത് മനസ്സിലാക്കാൻ എന്താ കാരണം? ദുന്യാവിൽ ഇങ്ങനെ നടന്നുപോയി. മക്കായിലും മദീനായിലും നിവാസികൾ അവര് ഭൂരിപക്ഷം എന്താണ്? ഹാഷിമികള്. ഹാഷിമികൾ മക്കി മദീന വിട്ടത് ആർക്ക് ശേഷമാണ്? വഹാബികൾക്ക് ശേഷമാണ്. 18, 19, 20 നൂറ്റാണ്ടുകളിലാണ് ഹാഷിമികൾ ഒഴിച്ചുപോയത് മക്കീന്ന് മദീനയെന്നും. 18, 19, 20 നൂറ്റാണ്ടുകളിൽ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹാഷിമികൾ ഇല്ലാത്ത നാടാണിത്. ഏതെങ്കിലും ഒരു ഹാഷിമി ഉണ്ടെങ്കിൽ പോലും അയാൾ എന്തായിട്ട് അറിയുന്നില്ല. ഹാഷിമി എല്ലായിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഹാഷിമി അയാളിൽ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനത്തെ തലവെട്ടും. എത്ര സയ്യിദമാരെ അവർ കൊന്നത്? സലഫികൾ എന്ന ഇന്നത്തെ വഹാബികൾ. ഇന്ന് സലഫികൾ എന്ന് പേര് പറയുന്ന വഹാബികൾ. ഇന്ന് സലഫികൾ എന്ന് പറഞ്ഞു നടക്കുന്ന സാക്ഷാൽ വഹാബികൾ കൊന്നു തള്ളിയ സയ്യിദന്മാർ എത്ര, ആലിമുകൾ എത്ര. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയുള്ള എല്ലാ ചാരിറ്റി അയച്ചു കൊടുക്കും. ഇവർ എല്ലാ ദിവസവും ഉസ്മാനി ഖലീഫമാർക്ക് ദുആ ചെയ്യും. എന്തുകൊണ്ട്? ഒരു ആവറേജ് മക്കയിലും മദീനയിലുള്ള ഒരു ആശിമി, ഒരു ആലിമി കുടുംബത്തിന് അതോ മക്കയിൽ മദീന ഉണ്ടാവുക. അവർക്ക് കഴിഞ്ഞുകൂടാൻ ഉള്ള സുൽത്താൻ കൊടുത്തേക്കും കൊല്ലത്തിന്, മര്യാദക്ക് കഴിഞ്ഞുകൂടാ. പിന്നെ അവർക്ക് ഇബാദത്തിൽ പ്രയാസം ഉണ്ടാവില്ല. ഒരു വർഷത്തിന് ആവശ്യമായ സ്വർണ്ണ നാണയം ഈ റെജിമെന്റ് കൊണ്ടുവരും. അത് മര്യാദയ്ക്ക് ചെലവഴിച്ചാൽ ഒരു കൊല്ലം ജീവിക്കാം. പിന്നെ ആവശ്യമായ തൊഴിലും കച്ചവടമൊക്കെ ഒരിക്കലും ഉണ്ടാവും ചെയ്യും. അപ്പൊ അവർ കൂടുതൽ ദുനിയാവിന് വേണ്ടി ഓടണ്ട. മക്കയിലും മദീനയിലും ഹറമിലെ ഇബാദത്തും തഅല്ലുമും ദർസും അതൊക്കെ ഭംഗിയായി നടന്നു. ഇത് കൊടുത്തേക്കുന്ന എന്തിനാ? ദീനിയായ അമലുകൾ ഭംഗിയായി നടന്നു പോകാൻ. അല്ലെങ്കിൽ അവർ മറ്റു നാടുകളിലേക്ക് ഒറ്റ പോയാൽ ഇവിടെ സയ്യിദന്മാരും ആലിമീങ്ങൾ കുറയും. ആലിമിന് ഇപ്പൊ എന്താ വേണ്ടത്? ഏത് കിതാബൊക്കെയാലും അവരെ കുടുംബം കഴിഞ്ഞു പോയാൽ മതിയല്ലോ. അതല്ലേ ഏത് കാലത്ത് സാലിഹ്യങ്ങൾ ആലിമീങ്ങൾ. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും സാലിഹ്യങ്ങൾ ആലിമീങ്ങളെ അവസ്ഥ എന്താ? കുടുംബം കഴിഞ്ഞോണം, അത്ര തന്നെ. അക്കാലത്ത് ഹജ്ജ് തീർത്ഥാടകർ ഒന്നിച്ച് ഈ റെജിമെന്റിന്റെ കൂടെ യാത്ര ചെയ്യാം. ഞാനത് ഇങ്ങനെ ആലോചിക്കും. ഈ ഹജ്ജ് തീർത്ഥാടകർ എവിടുന്നാ വരുന്നത് അറിയോ? ഈ ഹജ്ജ് തീർത്ഥാടകർ വരുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ, ഹജ്ജ് തീർത്ഥാടകർ നേരെ കോൺസ്റ്റാന്റിനോപ്പിൾ വരും. എവിടുന്നാ വരുന്നത്? ഇതാണ് ഇസ്താംബൂൾ ഇവിടേക്കെത്തും. എന്നിട്ട് നേരെ അത് ഇങ്ങനെ പിന്നെ തുർക്കി കടന്ന് സിറിയ, ഡമാസ്കസ്, ഇറാഖ് കടന്ന് നേരെ ഹിജാസിൽ പ്രവേശിക്കും. നേരെ ഇവിടേക്ക് വരും. ഇതാണ് മക്ക. അപ്പോഴത്തിന് അത് 10,000 സംഘമാണ്. ഇങ്ങനെ നൂറ്റാണ്ടുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ സൗന്ദര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിലൊരു കാര്യം ഉണ്ടാവും. കൊല്ലത്തിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ 2 സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഇസ്താംബൂളിൽ നിന്ന്, ഒന്ന് കെയ്റോയിൽ നിന്ന്. എന്നിട്ട് മക്കായിൽ കൊണ്ടുവരും. മക്കായിൽ കൊണ്ടുവന്നിട്ട് അതിനെ സ്വർണ്ണ നൂല് ഖലീഫ തന്നെ കൊടുക്കും. ആ സ്വർണ്ണ നൂല് ഈ കിസ്വയിൽ ചെയ്യേണ്ടത് മക്കയിലെ സ്ത്രീകളാണ്, ശരീഫാത്തുകളായ സ്ത്രീകളാണ്, അഹ്ലുബൈത്തിൽപ്പെട്ട. അവർക്ക് അതിന് പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്നാ അവിടുന്ന് ചെയ്തൂടാ. അത് ആര് ചെയ്യണം? മക്കയിലെ ശരീഫാത്തുകൾ ചെയ്യണം. അഹ്ലുബൈത്തിൽപ്പെട്ട ഉന്നത പെണ്ണുങ്ങള് അത് നൂൽക്കും. അവർക്ക് പ്രത്യേക പൈസ കൊടുക്കുന്നതിന്. ഈ നേരത്തെയുള്ള ചാരിറ്റിക്ക് പുറമെ അവർ ശരീഫാത്തുകൾ മറ്റൊന്നും ഇവിടുന്ന് പോവില്ല. എന്തുകൊണ്ട്? കൊല്ലത്തിൽ വർക്കുണ്ടവർക്ക് അതിൽ ബഹുമാനമാണ്. അതിൽ തൊഴിലിന് പുറമെ അത് എന്താണ്? കഅബയുടെ കിസ്വയിൽ ഉള്ള സ്വർണ്ണ നൂല് ഞാനും അതിന്റെ നൂലോട്ടിയാണ്. ദുനിയാവിലും അത് മാത്രമാണ്, ആഖിറത്തിൽ മാത്രമാണ്. യൂറോപ്പിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഹജ്ജാജിമാര് ഇസ്താൻബൂളിൽ വരിക. എന്നിട്ട് അവരെന്ത് ചെയ്യുക? ഇങ്ങനെ വരിക തന്നെ. ഇവിടെല്ലാം വരിക യൂറോപ്പ്. ഇവിടെയൊക്കെ ആയിരക്കണക്കായ മുസ്ലിം പള്ളികളുണ്ട്, ഖബർസ്ഥാനുകളുണ്ട്. ആയിരക്കണക്കിന്. ഞാൻ പറഞ്ഞില്ലേ 90% മുസ്ലിമീങ്ങളുടെ രാജ്യം ഇന്ന് ഉണ്ട് യൂറോപ്പിൽ. അൽബേനിയ പോലെ. എത്ര? 90%. ബോസ്നിയ, അൽബേനിയ, ഇങ്ങനെയൊക്കെയുള്ള ഇന്ന് യൂറോപ്പിലുണ്ട്. ഇന്ന് അപ്പൊ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, പിൽക്കാലഘട്ടത്തിൽ ഉസ്മാനികൾ ക്ഷയിച്ചപ്പോഴും 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമൊക്കെ മുസ്ലിമീങ്ങളെ ആട്ടിയോടിപ്പിക്കൽ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും 90% മുസ്ലിങ്ങള്, 20% മുസ്ലിമീങ്ങള്, 30% മുസ്ലിമീങ്ങൾ, 12% മുസ്ലിമീങ്ങൾ ഒക്കെ ഫ്രാൻസിൽ 12% മുസ്ലിമീങ്ങൾ ഇന്നുണ്ട്. ഫ്രാൻസിൽ, ഗ്രീസില് എത്ര അവിടെ എല്ലാ പള്ളികളുണ്ടെങ്കിൽ ഇവര് പള്ളി ദർശനം പ്രോത്സാഹിപ്പിച്ചോരാ. 4 മദ്ഹബിലെ ദർസ്. അതൊക്കെ എവിടെ? യൂറോപ്പിൽ അടക്കം പള്ളികൾ, പള്ളിപ്പറമ്പ്
മുസ്ലിമീങ്ങളൊക്കെ മരിച്ചെടുക്കുന്ന പള്ളിപ്പറമ്പ്, ജമാഅത്ത്, ആണ്ടർദികള്, ബദരീങ്ങളാണ്ട്, ഹബീബ റസൂലുള്ളാഹിന്റെ മൗലിദുകള്, മിഅ്റാജുകൾ, ഇതൊക്കെ ചരിത്രത്തിൽ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. മിഅ്റാജ്, ബറാത്ത് രാവ്, ഇതൊക്കെ ഭംഗിയായി അവിടെ ഇങ്ങനെ നടക്കുക. ആയിരക്കണക്കായ പള്ളികള്, ലക്ഷോപലക്ഷം സുന്നി മുസ്ലിങ്ങള്, അവരെ കൂട്ടത്തിൽ വലിയ വലിയ ആലിമീങ്ങൾ, ത്വരീഖത്തിന്റെ മശായിഖന്മാര്, വലിയ വലിയ ദർവേശികള്, അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുന്ന സൂഫികൾക്കാണ് ദർവേശികൾ എന്ന് പറയുന്നത്. അവരിൽ ഹജ്ജ് ആഗ്രഹിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? 10,000-കണക്കിന് ആളുകൾ ഒരു സമയം കണക്കാക്കിയിട്ട് ഇവിടെ അങ്ങനെ വന്നുകൂടും. അത് ചിലപ്പോൾ ശവ്വാലിലായിരിക്കും, ചിലപ്പോൾ ശഅബാനിലായിരിക്കും വന്നുകൂടുക. എന്നിട്ട് പിന്നെ ഹജ്ജാകുമ്പോഴത്തിന് യാത്ര, റജബിൽ യാത്ര തുടങ്ങും എന്നൊരു രേഖ ഞാൻ കണ്ടിട്ടുണ്ട്. റജബിൽ യാത്ര തുടങ്ങും. അക്കൊല്ലത്തെ ഹജ്ജിന് പോണവർ എന്ന് തുടങ്ങും? റജബിൽ. കാരണം എന്തുകൊണ്ട്? ഇവർക്ക് ഇനി അവിടെ എത്തിയിട്ട് പണിയുണ്ട്. ഇതിനെല്ലാം എന്ത് ചെയ്യണം? ഇതിനെല്ലാം സ്വർണത്തിന്റെ എംബ്രോയിഡറി ചെയ്യണം. അതൊക്കെ മക്കയിലെ ശരീഫാത്തുകൾ ചെയ്യണം. അപ്പൊ അതിന് സമയം കൂടി കണക്കാക്കിയിട്ട് അവിടെ എത്തണം. കിസ്വത്തുൽ കഅബ അടക്കം അവരെ അവിടെ ഏൽപ്പിക്കും. എന്നിട്ട് ശരീഫാത്തുകൾ അതിന് പ്രത്യേകമായ ഹാളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വർണ്ണനൂല് കയറ്റാനുള്ള ഹാളുകൾ അത് ഉസ്മാനികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ആളുണ്ടായിരുന്നു, എല്ലാത്തിനും ആളുകൾ ഉണ്ടായിരുന്നു. മഖാം ഇബ്രാഹിമിന്റെ ആള്, മഖാം ഇബ്രാഹിമിന് ആളുണ്ടായിരുന്നു. മഖാം ഇബ്രാഹിമിന് പ്രത്യേകമായ കെട്ടിടം. അന്നത്തെ കണ്ണാടി ചിലപ്പോൾ കൂടല്ല, അത് ഒരു ഏരിയയിൽ അവിടെ തന്നെ മഖാം ഇബ്രാഹിം നിൽക്കുന്ന സ്ഥലത്ത് പ്രത്യേക കെട്ടിടം. എന്നിട്ട് ആളുകൾക്ക് അവിടെ പോയി എന്ത് ചെയ്യാം? ഖുർആനോടെ മഖാം ഇബ്രാഹിമിന്റെ പരിസരത്ത്. ഇനി അവിടെ തന്നെ ഹാളിൽ കയറി നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം, അങ്ങനെ സൗകര്യങ്ങൾ. അവൻ എല്ലാവിധ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. ഈ ആളുകള് ഈ സാധനം കൊണ്ട് അവർ പോവുക. ഇവിടുന്ന് അവർ ഇങ്ങനെ ഈ രാജ്യങ്ങളിലൊക്കെ അവര് ഏകദേശം റജബ് മാസത്തിൽ ഇസ്താൻബൂളിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടണമെങ്കിൽ ഏകദേശം ചെക്കിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ സ്ലോവാക്യയിൽ നിന്നോ പോളിഷിൽ നിന്നോ ഉക്രൈനിൽ നിന്നോ അവരൊക്കെ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പുറപ്പെടുന്നുണ്ടാവും. തീവണ്ടി ഉണ്ട്. എങ്ങോട്ട്? മക്കയിലേക്ക്. എവിടുന്ന്? യൂറോപ്പിൽ നിന്ന്. അതിനാണ് ഹിജാസ് റെയിൽവേ എന്ന് പറഞ്ഞത്. ഈ ഹിജാസ് റെയിൽവേ തകർക്കുന്ന 1-ാം ലോക മഹായുദ്ധത്തിലാണ്. എന്തിനാണ് ഹിജാസ് റെയിൽവേ തകർക്കേണ്ട ആവശ്യം അവർക്ക്? യൂറോപ്പിൽ നിന്ന് റെയിൽവേ ഞാനൊക്കെ ഇവിടെ കാണിക്കാം ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ. അതിനിടയിൽ ഒരു സ്ഥലത്ത് മാത്രം ചങ്ങാടം. എവിടെ മാത്രം ഇവിടെ ഒരു ചങ്ങാടം ഉണ്ടായിരുന്നു. ബോസ്ഫറസ് കടലിടുക്കിൽ ഇവിടെ കുറഞ്ഞൊരു ഏരിയ, 1 കിലോമീറ്റർ ഒരു ഏരിയ. യൂറോപ്പിൽ നിന്ന് വരുന്ന തീവണ്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് അതെവിടെത്തും? ആ തീവണ്ടി വന്നിട്ട് എവിടെ നിൽക്കും? ഇവിടെ ഇതിനൊക്കെയിലൊക്കെ സ്റ്റേഷനുകളുണ്ട്. ജർമ്മനി, സ്ലോവാക്യ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെ പോളണ്ട്, ഉക്രൈന്, റുമേനിയ. ഇവിടെ നിന്നുള്ള ആളുകൾക്ക് മുസ്ലിമീങ്ങൾക്കെല്ലാം തീവണ്ടി കയറിയിട്ട് എവിടെ വരാ ഇവിടെ ഒരു ചങ്ങാടുണ്ട്. ഏത്? ഈ ഒരു കടലെടുക്ക്. ആ കടലെടുക്കൽ ഒരു ചങ്ങാടുണ്ട്. ആ ചങ്ങാടാണ് കയറിയ ഇസ്താൻബുൾ സ്റ്റേഷൻ. ഇസ്താൻബുൾ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ കയറിയ എവിടെ ഇറങ്ങാം? മക്കയിൽ ഇറങ്ങാം. ഹിജാസ് റെയിൽവേ. അത് കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ടാണ്. ഞാൻ ഈ പറയുന്ന കാനൂനിയുടെ ശേഷമുള്ള ഒക്കെ ആ കാലത്തൊക്കെ എന്താണ്? ഒട്ടകവണ്ടികളാണ്. അപ്പൊ അവർ മാസങ്ങൾക്ക് മുമ്പേ ഇറങ്ങും. റബീഉൽ അവ്വൽ തന്നെ ഇറങ്ങേണ്ടി വരും. കഴിഞ്ഞാൽ ഇറങ്ങും. റബീഉൽ അവ്വലിലെ നേർച്ചയും പരിപാടിയൊക്കെ യൂറോപ്പിൽ കഴിഞ്ഞാൽ അവർ പുറപ്പെടും. എന്തിനാ? ഹജ്ജിന്. റജബോട് കൂടി അവർ ഇസ്താംബുളിലെത്തും. റജബിൽ പുറപ്പെടും. എവിടേക്ക്? മക്കയിലേക്ക്. ഒരു ശവ്വാൽ ദുൽഖഅദയിലൊക്കെ എവിടെത്തും? മക്കയിലെത്തും. മക്കയിലെത്തി കഴിഞ്ഞാൽ പിന്നെ എംബ്രോയിഡറി വർക്കിന് ശരീഫാത്തിന് വിട്ടുകൊടുക്കും. അവരാ പണിയെടുക്കും. പിന്നെ ഹജ്ജിന് തൊട്ട് ദിവസം കിസ്വയെ പറപ്പിക്കും. പഴയ കിസ്വ ലോകരാജ്യങ്ങളിലേക്ക് വെട്ടിക്കൊടുത്തേക്കും തർക്കത്തിന് വേണ്ടി. ലോക മുസ്ലിമീങ്ങൾക്ക് കായബയോടുള്ള ഒരു ബന്ധം, അതൊരു വല്ലാത്ത ബഹുമതിയാണ്. എല്ലായിടത്തും കൊടുത്തേക്കും. അള്ളാഹുവിന്റെ സഹായത്താൽ എനിക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ബഹുമാനപ്പെട്ട കിസ്വയുടെ ഒരു കഷ്ണം. മഹത്തായ ഒരു വഴിയിൽ അള്ളാഹു എനിക്ക് തൗഫീഖ് എന്നാണ് കിസ്വയുടെ ഒരു കഷ്ണം എനിക്കും കിട്ടിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്ക് കൊടുത്തേക്കും. പല രാജ്യ കൈമാറി വന്നത് ഉണ്ട്. ഇന്നും ഉണ്ട്. പല ആളുകളുടെ കയ്യിലും എൻ്റെ കയ്യിലുണ്ട്. ചരിത്രത്തിൽ പഴയകാല കിസ്വകൾ കൈമാറി കൊടുക്കും. പുതിയതുണ്ട്. പക്ഷേ പഴയ തന്നെ ലോകരാജ്യങ്ങളൊക്കെ ഉണ്ട്. പുതിയത് പുതപ്പിക്കും. അവിടെ ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി എല്ലാ കാര്യവും ചെയ്യും. എല്ലാം അതിനുവേണ്ടി എന്ത് ചെയ്യുക? കോടാനക്കോടി സ്വർണ്ണ നാണയങ്ങൾ അതിനുവേണ്ടി ചെലവാക്കുക. കോടാനക്കോടി. ഇത് 20-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന് 1-ാം ലോക മഹായുദ്ധം വരെ നിലനിന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അബ്ദുൽ ഹമീദ് രണ്ടാമനെ പുറത്താക്കുന്നത് വരെയും അതൊരു ഖിലാഫത്തുള്ളൂ. കൃത്യമായി നിലനിന്നിട്ടുണ്ട്. ഖാദിമുൽ ഹറമൈൻ ഷരീഫൈനി എന്ന പേര് സ്വീകരിച്ചത് അദ്ദേഹമാണ്. ആര്? സലീം ഒന്നാമൻ. പിന്നീടുള്ളവരെല്ലാം അത് സ്വീകരിച്ചു. പക്ഷെ അതിന് മുമ്പ് തന്നെ മക്കയിലേക്ക് ഒരു കൊടുത്താക്കൽ പരിവായിരുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞത് മുഹമ്മദ് ഒന്നാമന്റെ കാലം മുതലേ ഉള്ള റെജിമെന്റാണ്. അക്കാലത്ത് മക്കയും മദീനയും ഇവിടെ കീഴല്ല. അല്ലായിട്ട് പോലും അങ്ങനെ ചെയ്തിരുന്നു. മഹാനായ സയ്യിദന സിദ്ദീഖ്, മഹാനായ സയ്യിദന ഫാറൂഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്
ഈ 4 മഹാന്മാരുടെ ഖിലാഫത്തുർ റാഷിദീൻ മാറ്റിവെച്ചാൽ മക്കയിലേക്കും മദീനയിലേക്കും ഏറ്റവും സേവനം ചെയ്ത സുൽത്താൻമാര്, ഖലീഫമാര് ഉസ്മാനി ഖലീഫമാരാണ്. അതായത് അത്രയും വലിയ സേവനം ചെയ്തു, അത്രയും വലിയ സേവനങ്ങൾ മക്കൾക്കും മദീനക്കും വേണ്ടി അവർ ചെയ്ത സേവനം എന്താണെന്നറിയാം. അത്ര വലിയ സ്വാലിഹ്യങ്ങളാണ്, അത്ര വലിയ ആലിമീങ്ങളാണ് അവര്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ റൗളയിൽ അവരുടെ കവിത എഴുതിയ പിന്നെ കവിത എഴുതിയിട്ടുണ്ട്. ഖുർആൻ പകർത്തി എഴുതാത്ത ഒരു ഉസ്മാനി രാജാവില്ല. സുലൈമാന്റെ മാഗ്നിഫിസന്റ് ഉണ്ടല്ലോ, അദ്ദേഹം കൈകൊണ്ട് എഴുതിയ ഖുർആൻ ഉണ്ട്. അതാണ് പണി. ഒരാളുടെ ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്യും? ഖുർആൻ പകർത്തിയതും ചിലപ്പോൾ അതിൽ അയാളോടും അല്ലെങ്കിൽ അയാളെ കുട്ടിയെ കൂടാൻ ബാക്കിയാക്കി വെക്കും. അച്ചടിയില്ല. ഞങ്ങൾ അച്ചടി ചരിത്രം ഞാൻ പിന്നെ പറയാം. ഖുർആൻ അച്ചടിക്കുന്ന സമ്പ്രദായമല്ല. ഖുർആൻ അച്ചടിക്കാതിരിക്കുന്നതാണ് അവരുടെ നയം. അച്ചടി നൂറ്റാണ്ടുകൾക്കും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഉസ്മാനികൾ ഖുർആൻ അച്ചടിക്കൂല. എന്തുകൊണ്ട്? അത് ഖുർആനെ നിസ്സാരപ്പെടുത്തലാണ് അവരുടെ വാദം. ഖുർആൻ നമ്മൾ അധ്വാനം ചെയ്ത് തന്നെ വേണം. അച്ചടിച്ചാൽ അതിനോട് ബഹുമാനം, ഒരു പൈസ കൊടുത്താൽ കിട്ടും, അധ്വാനല്ല. സത്യല്ലേ? ഇപ്പൊ നമ്മൾ ഏതൊരാൾ ഉംറക്ക് പോയാലും ഒരു മുസാഫ് ഇട്ടു, ആട്ടത്തോണ്ടി ഇടും, ജൽസറ്റോട്ടിന്റെ അടിയിലിടും, ഇന്നത്തെ എന്താ പറയാ ടീപ്പോയിന്റെ അടിയിലിടും. ടീപ്പോയിൽ പത്രം വെക്കണീന്റെ അടിയിൽ എന്തുണ്ടാവും? മുസാഫ് ഉണ്ടാവും. അതിന്റെ പാപ്പ ഇങ്ങനെ കൊണ്ടതാ. ഇത് പിന്നെ കഴിഞ്ഞ മാസം മുറുക്കായ്പ കിട്ടിയതാ. എവിടെ മുറുക്ക് ഒരു മുസാഫ് ഇട്ടു. നൂറ്റാണ്ടുകൾ ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുർആൻ അച്ചടിച്ചത് കത്തോലിക്ക ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾ അന്ന് അച്ചടിക്കരുത്, ഖുർആൻ അച്ചടിക്കുന്നതിനാ. എന്തോ അച്ചടിക്കും, എന്തച്ചടിക്കൂല, ഖുർആൻ അച്ചടിക്കും. എന്തുകൊണ്ട്? ഖുർആന് വിലല്ലാതെയോ? വിലല്ലാതെയായല്ലോ. കാരണം ഒരു വീട്ടിൽ എത്ര മുസാഫ? എത്ര മുസാഫ്? 30 ജ്യൂസ്. 1ാം ക്ലാസ്സിൽ പഠിക്കണ നാസും ഫലക്കും ഇഖ്ലാസും അടക്കം താഴെന്ന് പഠിക്കാൻ പോണ കുട്ടികളെ കയ്യിൽ എന്ത് കൊടുക്കും? 30 ജ്യൂസ് മുസാഫ്. പണ്ട് കാലത്ത് കൊടുക്കുവോ? ഇല്ല. അന്ന് 1ാം ജ്യൂസ് വേറെ ആക്കും. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? 5ാം ജ്യൂസ് വേറെ. നമ്മുടെ കുട്ടിക്കാലത്തുണ്ട്. എന്തേ നിങ്ങൾ അതിന് വേറെ ചട്ട, നിങ്ങൾ എന്ത് ചെയ്യും? പൊടിയും. 30 ജ്യൂസ് ഓൻ ആവശ്യമില്ലാത്ത ഓന്റെ കൈ പിടിക്കാൻ പാടില്ല. ഇന്ന് എവിടെയൊക്കെ വലിച്ചെറിഞ്ഞ്? എത്ര മുസാഫ എവിടെ വലിച്ചെറിഞ്ഞ്? ഖുർആൻ വരില്ല, ഖുർആൻ വ്യാഖ്യാനത്തിന് വരില്ല, ഒന്നിനും വരില്ല. ഇതൊക്കെ ഇക്കൊലത്തിൽ ആരാക്കി? ഈ കള്ള വഹാബികളല്ലാതെ ആരെ മൂല്യന്മാരെ ഇത് കൊലക്കൊലത്തിലാക്കിയത്? ഖുർആൻ അങ്ങനെ കൊടുക്കാൻ പാടില്ല. കണ്ടവർക്കൊക്കെ കൊടുക്കാനുള്ളതാ ഖുർആൻ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുർആൻ മുസഹഫായി അച്ചടിച്ചത് ആരാ? കത്തോലിക്ക ക്രിസ്ത്യാനികള്. എന്റെ ശരിയും തെറ്റല്ല ഇവിടെ പറയണത്, അത് വേറെ കാര്യം. അത് പറയുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയും അടുത്ത ദിവസം. മുസ്ലിമീങ്ങൾ അന്ന് ഭരിക്കുന്ന അച്ചടി യന്ത്രം യൂറോപ്പിൽ ഇങ്ങനെ പൊടിക്കുന്ന കാലത്ത് ലോക ഇസ്ലാമിന് ഭരിക്കുന്നത് ആരാ? ഉസ്മാനികള്. ഖുർആൻ അച്ചടിക്കാൻ വയ്ക്കൂല, കുറ്റകരാണ്. എന്ത് ചെയ്യും? അതിന് വേണ്ട സൗകര്യങ്ങൾ പകർത്തിയില്ല. അതിൽ ഒരുപാട് കാര്യമുണ്ട്. ഒരു വീട്ടിൽ ഒരു എഴുത്തുകാരനുണ്ടാവും, അവർക്ക് വേണ്ടത് അവരെ എഴുതണം. അങ്ങാടിന്ന് വാങ്ങാറിനാലും മുസാഫിന്റെ വില കൊടുത്താൽ മതിയാവൂല. കാരണം ഒരു 30 ജ്യൂസ് എഴുതി കിട്ടണമെങ്കിൽ പൈസ എത്ര കൊടുക്കണം? ഒരു മനുഷ്യനെ എത്ര അധ്വാനം ഉണ്ടാവും അതിന് പിന്നിൽ? കൊല്ലക്കണക്കിന് അധ്വാനം എടുത്താലേ എന്ത് കഴിയുള്ളൂ? ഒരു മുസാഫ് പകർത്തി എഴുതൽ. പകർത്തി എഴുതും. വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അതിന് കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ അതിൽ മുബാറക്കായ കാര്യമാണ് ഖുർആൻ സ്വയം പകർത്തിയതിൽ. അപ്പൊ ഓരോ പെരക്കാർ പകർത്തിയിടും. എന്റെ വാപ്പ പകർത്തിയതിൽ ഞാൻ ഓടും. പിന്നെ അത് നാശാൽ തുടങ്ങുമ്പോഴത്തേന് ഞാൻ പകർത്തിയിടും. അതിന്റെ ബാക്കി എന്റെ കുട്ടിയോടും. ആ കുട്ടി പകർത്തിയിടും. ഓരോ വീട്ടിലും മുസാഫ് ഉണ്ടാവും. 1ഓ 2ഓ പകർത്തിയേടിയത്. വാപ്പാന്റെ ഒന്നും നമ്മളെ കാലത്തുള്ളവും. പരിശുദ്ധ കാബയുടെ അകം തൂത്തുവാരാനും റൗളത്തു ശരീഫയിൽ ഹുജ്റത്തു ശരീഫ തൂത്തുവാരാനുമുള്ള 2 ചൂലുകളും ഖലീഫ ഒറ്റക്കുണ്ടാക്കും. അത് അങ്ങടി വാങ്ങൂല. അതാത് ഖലീഫയുടെ ഉത്തരവാദിത്തമാണ് കൊല്ലത്തിലെ ചൂലുണ്ടാക്കൽ. ഈ ജനത്തിനെ ഇവിടെ വലിച്ചണ്ട് കളഞ്ഞത്. എന്നിട്ടാണ് ഈ കള്ളുടിയന്മാർ കയറിയിരിക്കുന്നത്. ഇവർ ചെയ്ത അക്രമം പഠിച്ചോ സുന്നികളെ? നിങ്ങൾ ഈ കുനൂത്തും കൂട്ടു പ്രാർത്ഥനയാണ് പോലും നമ്മളും നമ്മളെ പ്രശ്നമല്ലേ പഠിച്ചുള്ളൂ. ഖലീഫയുടെ ബാധ്യതയാണ് എന്ത്? ലോകം മരിച്ചാൽ പോലെ ഖലീഫ കഅബയുടെ ഉള്ളടിച്ചു വാരാനും ഹുജ്റത്തു ശരീഫ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളത്തു ശരീഫ അടിച്ചു വാരാനുള്ള ചൂല് ആരുണ്ടാക്കും? ഖലീഫ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഉപയോഗിച്ച ചൂലിന്റെ ഇതള് ഖലീഫ കിരീടത്തിൽ ചൂടും. ഖലീഫയുടെ കിരീടത്തിൽ ചൂലിന്റെ അവശിഷ്ടം എവിടെ? അത് ഹുജ്റത്തു ശരീഫ അടിച്ചു വാരിയതാണ്. മുത്തറസൂലാണ് ഭാഗ്യക്കാരനെ കിട്ടുള്ളൂ. ഇതാണ് ഖലീഫയുടെ പണിയാ, ചൂലുണ്ടാക്കുക. മക്ക, മദീന, ജെറൂസലേം അവിടെയെല്ലാം ഉസ്മാനിയ ഖലീഫമാർ നടത്തിയ സേവനം സമാനതകളില്ലാത്തതാണ്. മഹാനായ സുലൈമാൻ മാഗ്നിഫിസന്റ്, സുലൈമാൻ ഖാനൂന്റെ ഭരണകാലത്ത് കഅബയുടെ മേൽക്കൂര പുതുക്കി പണിതു. മസ്ജിദ് നബവിയുടെ മിനാരങ്ങൾ പുതുക്കി പണിതു. ഒരു പ്രത്യേകമായ ആർക്കിടെക്റ്റിനെ അതിനുവേണ്ടി കൊണ്ടുപോയി. ഒരു പ്രധാനപ്പെട്ട ആർക്കിടെക്ട് ഉണ്ടായിരുന്നു അക്കാലത്ത്, ഞാൻ പിന്നീട് പറയാം. അതായത് മൈക്കലാഞ്ചലോനോട് സമമായ ഒരാളുണ്ടായിരുന്നു അന്ന് തുർക്കികളെ കീഴിൽ. വലിയ ലോകത്തെ അയാളാണോ മൈക്കലാഞ്ചലോനാണോ വലിയ ആൾ എന്നിവരെ ചർച്ച നടന്ന അത്രയും വലിയ അവരൊക്കെയാണ് മക്ക മദീന വർക്കുകൾക്ക്
ഈ ആർക്കിടെക്റ്റിനെയാണ് സുലൈമാൻ ഖാനൂനി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. താഴികക്കുടങ്ങളുടെ ആന്തരിക അലങ്കാരങ്ങളൊക്കെ നവീകരിച്ചു. എല്ലാ ഏരിയകളും ഇമാമിങ്ങൾക്ക് നിൽക്കാനുള്ള പ്രത്യേകമായ കൂടുകൾ, അതായത് ഇമാമുകൾ ഷാഫി, ഹനഫി, ഹംബലി, മാലിക് 4 ഇമാമിനായിരുന്നു. 4 ഭാഗത്ത് മക്കയിൽ 4 ഇമാമ്, 4 ഭാഗത്ത് 4 ഇമാമ്. എന്തുകൊണ്ട്? 4 മദ്ഹബ് ഏൽക്കുമ്പോൾ ഒരു പ്രയാസമില്ലാതെ തുടരാ. ജന്നത്തുൽ ബഖീയിലെയും പിന്നെ അതേപോലെ തന്നെ ഉഹുദിലെയും ബദറിലെയും ഒക്കെ മക്ബറകളെ നവീകരിച്ചു. ഇതൊക്കെ സുലൈമാൻ ഖാനൂൻ ചെയ്ത മക്ബറകൾ പഴയൊക്കെ പുതുക്കി. കാരണം അവിടെയൊക്കെ ദിവസേന എന്തുണ്ടാവും, 100 കണക്കിന് ആളുകൾ ഹത്തം തീർക്കും വന്നിട്ട് ഖുർആൻ തന്നെ രാവും പകലും. അതാണ് ആ മക്ബറകളൊക്കെ നടന്നത്. അതാണ് ഇവർ 926 ശേഷം പൊളിച്ചത്, 1806 പ്രവേശനേശം പൊളിച്ചത്. 1806 18 അവര് ഉസ്മാനികൾ വീണ്ടും പുറത്താക്കുന്നതിന്റെയും ഇടയിൽ വഹാബികൾ മക്കയിലും മദീനയിലും മക്ബറകളെ പൊളിച്ചിട്ടുണ്ട്. വീണ്ടും 18 36 ഇടയിൽ ഉസ്മാനികൾ തിരിച്ചു ഉണ്ടാക്കി. പിന്നീട് 1926 ശേഷം വീണ്ടും പൊളിച്ചു. ആ അവസരം അപ്പം മക്ക മദീനയുള്ളത്. അതാണ് ഇവിടുന്ന് ചില മൗലവിമാര് ചില സുന്നികളെ ഹജ്ജ് ഗ്രൂപ്പിൽ കൊണ്ടുവരും പറയാ, ഇവിടെ മക്ബറുണ്ടോ, ഇവിടെ മക്ബറുണ്ടോ, ഇവിടെ മക്ബറുണ്ടോ. മക്ബറ പെരന്നെ പൊളിക്കുക, നിങ്ങളെ പെര ഒരുത്തം വന്നിട്ട് ഇടിച്ച് നിരപ്പാക്കുക. എന്നിട്ട് ഉദ്യോഗസ്ഥൻ വരുമ്പോ പറയാ ഇവിടെ എന്ത് പെരയുള്ളത്. ഈ കളിയാ കളിച്ചത്. ഖുബാ മസ്ജിദ്, മസ്ജിദുൽ ഖുബലത്തൈനി അതെല്ലാം നവീകരിച്ചു. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മഹദിയ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വീടിന്റെയുമുള്ള മുകളിലുള്ള കുബ്ബകളെ പുതുക്കി പണിതു. ആ വീടിനെ പൊളിച്ചിട്ട് സലഫി വഹാബികൾ ഹബീബ റസൂലുള്ളാഹി ജനിച്ച വീട് ചന്തയാക്കി. ഖദീജയുടെ വീട് ഇന്നും കക്കൂസാണ്. 82 സൂറത്ത് ഇറങ്ങിയത് കക്കൂസാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇരുന്ന ഒരു ഉയർന്ന ഒരു തണ ഉണ്ടായിരുന്നു. ഹബീബ നബി ഇരുന്നൊരു കുഴി ഉണ്ടായിരുന്നു. അതിന്റെ താഴെ മുകളിൽ കുപ്പുണ്ടായിരുന്നു. ആ കുപ്പത്തുൽ വഹി എന്ന് പറയാ. 82 സൂറത്ത് ആ വീട്ടിൽ ഇറങ്ങിയത്. ആ വീട്ടിലാണ് ഫാത്തിമ ബീവിനെ പ്രസവിച്ചത്. ആ വീട്ടിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവിയുടെ ആദ്യത്തെ മണിയറ. ആ വീട്ടിലാണ് ഹബീബ റസൂൽ ഖദീജ ബീവി 50-ാമത്തെ വയസ്സിൽ വഫാത്തായതിനു ശേഷം 53 വരെയുള്ള രാത്രികളിൽ പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ വീട്ടിൽ നിന്നാണ് ഹബീബ നബി ഹിജ്റ പോയത്. ആ വീട്ടിലാണ് അലി റളിയല്ലാഹു അൻഹു പൊറപ്പിച്ചു നടത്തിയത്. ആ സ്ഥലം ഇന്ന് കക്കൂസാണ്. ആരാ കക്കൂസാക്കിയത്? സലഫികള്, വഹാബികള്. ഒരാൾക്കും നിശ്ചയിക്കാൻ കഴിയില്ല. ഇവർക്ക് എന്താ അഡപ്പാണോ? എന്നാൽ ഉസ്മാനികൾ എന്തായത്? ഉസ്മാനികൾ ഈ താഴികക്കുടങ്ങൾ കെട്ടിടങ്ങൾ പുതുക്കി പണിതു. ഇവർ കക്കൂസാക്കി. ഇവർക്ക് എന്ത് ഈമാൻ ഉണ്ടാവും? ഇവർക്ക് എങ്ങനെ ഈമാൻ ഉണ്ടാവുക? ഹബീബ റസൂലുള്ളാഹി ജനിച്ച വീട് പിൽക്കാലത്ത് പള്ളിയായിട്ടുണ്ട്. ഖദീജ ബീവിയുടെ വീട് പിൽക്കാലത്ത് പള്ളിയായിട്ടുണ്ട്. 82 സൂറത്ത് ഇറങ്ങിയില്ലേ, അതിനേക്കാൾ വലിയ പള്ളിയാണി. അതെല്ലാം എല്ലാം തകർത്തു എന്നല്ല, ഒന്ന് ചന്തയാക്കി, ഒന്ന് കക്കൂസ, ഒന്നും കക്കൂസ. ഇന്നും ഖദീജയുടെ വീട് കക്കൂസ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. സമയം വളരെ താമസിച്ചു, ഞാൻ പ്രഭാഷണം നീട്ടുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ തീരുകയുമില്ല. ഒരുപാട് മഹാത്ഭുതങ്ങൾ അവർ ചെയ്തു. സംസം കിണർ നവീകരിച്ചു. കഅബക്ക് അവർ ആദ്യം വെള്ളിപ്പാത്തി വെച്ചു, പിന്നെ സ്വർണ്ണപ്പാത്തി വെച്ചു. അവരാണ് കഅബാലയത്തില് മഴ പെയ്താൽ അത് താഴേക്ക് വരാൻ വേണ്ടി വെള്ളിപ്പാത്തി വെച്ചു ഉസ്മാനികൾ. പിന്നെ അത് സ്വർണ്ണപ്പാത്തിയാക്കി. അതും അവർ തന്നെയാണ്. ഒരു വാതിലിന്, കഅബാലയത്തിന്റെ വാതിലിന് സ്വർണം പൂശി മഹ്മൂദ് ഒന്നാമൻ ഭരണാധികാരി. സംസം കിണർ നവീകരിച്ചു. അവിടെ ഒരു പ്രത്യേകമായ ഹൗളുണ്ടാക്കി. എന്തിന്? ആളുകൾക്ക് അതിന് മുക്കിക്കോരി കുളിക്കാൻ. ഇന്ന് സംസം കിണർ കാണാനുള്ള ഭാഗ്യം വരെ നിഷേധിച്ചു. സംസം കിണർ ഒരു പ്രത്യേകമായ അവിടെ ഒരു ഹൗളുകളും ടാപ്പുകളും സൗകര്യങ്ങളും അവിടെ ചെല്ലുന്ന ആളുകൾക്ക്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാള്, ഒരു വയസ്സൻ പറഞ്ഞിട്ടുണ്ട്, വസൂരി പിടിപെട്ടു കപ്പലിന്. പിന്നെ ഞങ്ങൾ കപ്പലിൽ ഭർത്താവും ഭാര്യയുണ്ട്, ഇതാരും അറിയിക്കാതെ പോന്നു. ജിദ്ദയിൽ വസൂലുണ്ടെങ്കിൽ ഇറക്കൂല. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി ആകെ പുറപ്പെട്ട് മൂടി. ഒരു എളുപ്പം കാലത്താണ് അവിടെ കപ്പലെത്തുന്നത്. നല്ല മഞ്ഞുണ്ട്. ഇങ്ങനെ മൂടിപ്പോച്ച് ഇങ്ങനെ പോയപ്പോ നേരെ ഉദ്യോഗസ്ഥൻ പോയിക്കോ വിട്ടു. ആ പുറപ്പൊന്നും എടുക്കുന്നു പറഞ്ഞില്ല. എടുത്താൽ വസൂലി കാണും. ഭാര്യ ഭർത്താവും ചെന്നു. അന്ന് സംസം കിണറിന്റെ അടുത്ത് ഈ ഹൗലുണ്ട്. ആ ഹൗലിന്ന് വെള്ളം കയറി ഇങ്ങനെ സംസം വെള്ളേ കോരി തലയെ കൂടെ അങ്ങനെ പാരും. ഇവര് ചെന്നു. ഈ സ്ത്രീനോട് പറഞ്ഞാണ്. ഈ സ്ത്രീ പറഞ്ഞ ഞാൻ എന്റെ ഭർത്താവും കൂടി. ആ ഭർത്താവ് പിന്നെ മരിച്ചു. ചെന്നപ്പോൾ അവിടെ ഒരു കറുത്ത മനുഷ്യൻ, വലിയ പൊക്കുള്ള ഒരു മനുഷ്യനാണോ ജിന്നാണോ മലക്കാണോ എന്ന് അറിയില്ല, ഒന്നും മിണ്ടിയില്ല. ചെന്ന ഉടനെ തന്നെ എന്റെ ഭർത്താവിനെ, ഇയാളോട് ആരോ കത്തയച്ച് പറഞ്ഞതുപോലെ ഉണ്ട്. അയാള് എന്റെ ഭർത്താവിനെ അവിടെ ഒരു കല്ലുണ്ട്, ആ കല്ലിൽ ഇരുത്തി. എന്നിട്ട് ആ എന്ത് ചെയ്തു, ആ പുടപ്പെല്ലാം അങ്ങോട്ട് കമ്പിളി പുടപ്പിന് മാറ്റി എടുത്തു വെച്ചു. എന്നിട്ട് തലേ കൂടെ എന്ത് ചെയ്തു, സംസം വെള്ളം അങ്ങനെ മുക്കിയാണ്ട് ഒഴിച്ചു. നല്ല പോലെ മുക്കി ഒഴിച്ചു.
എന്നിട്ട് പുതപ്പ് വീണ്ടും ശരീരത്തിലിട്ട് മൂടി ശരിക്കും ഉറങ്ങിക്കോന്ന് ആംഗ്യം കാണിച്ചു. പോയി ഇയാളെ പിന്നെ ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞത് തെരഞ്ഞിട്ടും കണ്ടില്ല. അത് ജിന്നാണോന്നും അറിയില്ല, മലക്കാണോന്നും അറിയില്ല. പിറ്റേന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ കല ബാക്കില്ല, ഒന്നുമില്ല. എന്തിന്റെ ഷറഫ്? സംസം വെള്ളത്തിൽ. കാരണം അള്ളാഹിന്റെ ആബിദ് കുടുങ്ങിയെടുത്ത് ആര് സഹായിക്കും? അള്ളാഹ് സഹായിക്കൂലേ? വക്കാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ അള്ളാഹ് ഒരു ഉത്തരവാദിത്തമായി ഏറ്റതല്ലേ? ആ സ്ത്രീ, വയസ്സായ സ്ത്രീനോട് പറഞ്ഞു, ഭർത്താവിനെ അന്നാ കുളിപ്പിച്ച ആൾ ആരാന്ന് എനിക്കറിയില്ല, ഉസ്താദേ ജിന്നാന്നും അറിയില്ല, മലക്കാന്നും അറിയില്ല, എന്തോ ആണ്, മനുഷ്യനല്ലാന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിറ്റേ നേരം ഒന്നുമില്ല, ആരും ആവാ മലക്കാക. ലക്ഷോപലക്ഷം മലക്കുകൾ സദാസമയം ഉണ്ടാവുന്ന സ്ഥലമാണ് ഏത്? മത്തോഫ്. ലക്ഷോപലക്ഷം മലക്കുകൾ, സ്വാലിഹ്യങ്ങളായ കോടിക്കണക്കിന് ജിന്നുകൾ റെക്കോർഡുണ്ടോ? ഇനി പറയേണ്ടത് മസ്ജിദുൽ അഖ്സയിൽ സുലൈമാനുൽ ഖാനൂനി നടത്തിയ ഭരണ പരിഷ്കാരങ്ങളാണ്. യെരൂസലേമിൽ അതൊരു സംഭവമാണ്. അതോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില യുദ്ധങ്ങൾ, അദ്ദേഹത്തിന്റെ വസിയത്ത് നാളെ പറയും. സുലൈമാനുൽ ഖാനൂനി നാളെ പറഞ്ഞാൽ തീരാത്ത ഒരാളാണ്. ഇൻഷാ അല്ലാഹ് എന്താണെങ്കിലും റമളാൻ തീരുന്നതിന് മുമ്പ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ അടക്കം പറഞ്ഞു തീർക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് 29ാമത്തെ നോമ്പടക്കം അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സഹായിച്ചാൽ അള്ളാഹു സഹായിക്കട്ടെ. മലയാളത്തിലെ ബഹുമാനപ്പെട്ട സുന്നത്തിമായത്തിന്റെ പണ്ഡിത വിദ്യാർത്ഥികൾ ദയവായി ഇത് പഠിക്കാൻ തയ്യാറാകണം. നിങ്ങളിത് പഠിക്കണം. നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു സേവനമാണിത്, റബ്ബിന് വേണ്ടി ചെയ്ത സേവനമാണ്. അള്ളാഹിന്റെ കോടതിയിൽ കൂലി കിട്ടുന്ന ഒരു സേവനമാണ്. എന്റെ ലക്ഷ്യം എന്റെ റബ്ബിനറിയും, എന്റെ ലക്ഷ്യം എന്റെ റബ്ബിനറിയും, അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം എന്റെ റബ്ബിനെ അറിയൂ. സുലൈമാൻ ഖാനൂനി ഏത് ത്വരീഖത്ത? നഖ്ശബന്ദി ത്വരീഖത്ത്. എന്തിന്? യൂറോപ്പിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ, അൽബേനിയ അടക്കം ഉള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ത്വരീഖത്ത് ഏതാ? നഖ്ശബന്ദി ത്വരീഖത്തല്ലോ. നാസിം ഹഖാനിയെ കേട്ടിട്ടില്ലേ? നാസിം ഹഖാനി ആരാ? നഖ്ശബന്ദി ത്വരീഖത്തിന്റെ ശൈഖായി വഫാത്തായി. 21ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരുപാട് അത്ഭുതം അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിൽ മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. ആര്? നാസിം ഹഖാനി. അദ്ദേഹം നഖ്ശബന്ദിയാണ്. എവിടെയാ അവരെ പ്രവർത്തന ബന്ധം? എവിടെയാ? യൂറോപ്പില്. ഉസ്മാനിയ ഖലീഫമാരിലെ ആദ്യത്തെ നഖ്ശബന്ദിയാണ് ആര്? സുലൈമാൻ ഖാനൂനി. എല്ലാവരും ത്വരീഖത്തേരാണ്. അവസാനത്തെ ആൾ ഷാദുലിയാണ്. അക്കാലത്തെ ആലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. ഷെയ്ഖന്മാരും ഉമറാക്കൾ സുൽത്താന്മാരും ഒക്കെ അങ്ങനെയാണ്. ഏതുവരെ? വഹാബിസത്തിന് കടന്നേറ്റുണ്ടാവണ വരെ. എന്തുകൊണ്ട്? ദീനിന് 3 ഭാഗമുണ്ട്. അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. അതിൽ ഇഹ്സാൻ എന്ന തസൂഫാണ് എന്ത്? ത്വരീഖത്ത്. അത് മനുഷ്യനെ ശുദ്ധീകരിക്കും, അത് മനുഷ്യനെ അഹങ്കാരത്തിൽ രക്ഷപ്പെടുത്തും. അത് അങ്ങനെയാണ്. അതെന്ത്? കൈ പിടിക്കേണ്ടവരെ കൈയാണ് പിടിച്ചാൽ മനുഷ്യനെ അല്ലാഹു തആല തൃപ്തി ചെയ്യും. പിടിക്കേണ്ട കൈ പിടിക്കണം. അതാണ് ശംസുലുലമയുടെ നേട്ടം, അതാണ് പാങ്ങക്കാരുടെ നേട്ടം, അതാണ് വരക്കൽ ബാലവി മുല്ലപ്പേറ്റങ്ങളുടെ നേട്ടം. ഒരു ബാലവികളാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇവർക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അവരൊക്കെ ത്വരീഖത്തുകാരാണ്, അവർ ഷാഫിഇകളാണ്, അല്ലെങ്കിൽ ഹനഫിയ. അതാണ് ഹംബലി മാലിക്കി പ്രദേശമല്ലാത്തതുകൊണ്ടാണ് ഷാഫികൾ ഹനഫികളാണ് കൂടുതലുള്ളത്. പിന്നെ കൂടുതലും അശ്അരി ത്വരീഖത്തുകാരാണ്, വിശ്വാസ സരണിയിൽ അല്ലെങ്കിൽ മാതുരിദികളാണ്. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ.